നമസ്കാരം. ഷെക്കീന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. ക്രൈസ്തവ സമുദായത്തിന്റെ പ്രതിസന്ധികൾക്കും ആശങ്കകൾക്കും ഒരു പരിധിവരെ പരിഹാരം ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെയാണ് കേരളത്തിലെ ക്രൈസ്തവർ 2020 നവംബർ 5-ാം തീയതിയിലെ ജസ്റ്റിസ് JB കോശി കമ്മീഷന്റെ രൂപീകരണത്തെ നോക്കിക്കണ്ടത്. പിന്നീട് ജസ്റ്റിസ് JB കോശി കമ്മീഷൻ വിവിധ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരുമായും ക്രൈസ്തവ സംഘടനാ നേതാക്കളുമായും വിവിധ ക്രൈസ്തവ അൽമായ നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തുകയും ഏകദേശം 5 ലക്ഷത്തോളം പരാതികൾ ലഭിക്കുകയും ചെയ്തു. ആ പരാതികളുടെ ബാഹുല്യത്തിൽ നിന്ന് തന്നെ നമുക്ക് വളരെയധികം വ്യക്തമാണ് കേരളത്തിലെ ക്രൈസ്തവരുടെ ആശങ്കകളും പ്രതിസന്ധികളും എത്രത്തോളം ആഴത്തിലുള്ളതാണ് എന്നത്. പിന്നീട് ജസ്റ്റിസ് JB കോശി കമ്മീഷൻ ആ പരാതികളൊക്കെ അവലോകനം ചെയ്ത് ഏകദേശം 500ഓളം നിർദ്ദേശങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് 2023 മെയ് മാസം 17-ാം തീയതി മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുകയുണ്ടായി. എന്നാൽ നിർഭാഗ്യകരം എന്ന് പറയട്ടെ, ആ റിപ്പോർട്ട് 4 മാസം കഴിഞ്ഞിട്ടും കാര്യമായ നടപടികൾ സർക്കാർ ആ റിപ്പോർട്ടിന്മേൽ സ്വീകരിച്ചില്ല എന്നതാണ്. ഷെക്കീന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു, ക്രൈസ്തവർക്ക് നീതി ഇനിയും അകലെയോ? ഈ ചർച്ചയിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു സാമൂഹ്യ നിരീക്ഷകൻ ഫാദർ സ്കോട്ട് സ്ലീബ പുളിമൂടൻ, ഒപ്പം തന്നെ കത്തോലിക്ക കോൺഗ്രസിൽ നിന്നും ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ, UCFന്റെ പ്രസിഡന്റ് സാമൂഹ്യ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ശ്രീ ജസ്റ്റിൻ പള്ളിവാതിക്കൽ. 3 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ ജസ്റ്റിൻ പള്ളിവാതിക്കൽ, ഈ റിപ്പോർട്ട് 4 മാസമായി സമർപ്പിക്കുന്നു, സർക്കാർ അതിന്മേൽ നടപടികൾ ഒന്നും എടുക്കുന്നില്ല. നമ്മൾ ആ ഒരു ചർച്ചയിലേക്ക് പോകുന്നതിന് മുമ്പ് ഏറ്റവും ആദ്യത്തെ ചോദ്യം, ഈ 2020 നവംബർ മാസം 5-ാം തീയതി ഈ രൂപീകരിച്ച ജസ്റ്റിസ് JB കോശി കമ്മീഷൻ, ഈ സർക്കാർ ഈ ഒരു കമ്മീഷൻ ഈ ക്രൈസ്തവരുടെ പ്രതിസന്ധികൾ പഠിക്കുവാൻ, ക്രൈസ്തവരുടെ പിന്നോക്കാവസ്ഥ പഠിക്കുവാൻ സർക്കാർ ഈ ഒരു കമ്മീഷൻ രൂപവൽക്കരിച്ചതിന് പിന്നിൽ സർക്കാരിന്റെ ഒരു ആത്മാർത്ഥത എത്രത്തോളം ഉണ്ട്? ശ്രീ ജസ്റ്റിൻ പള്ളിവാതിക്കൽ. ജോർജി, സർക്കാരിന്റെ നിലപാടുകളെയെല്ലാം വ്യക്തമാക്കുന്നതാണ് ഈ കഴിഞ്ഞ 4 മാസമായിട്ട്, അതായത് 2023 മെയ് മാസം 17-ാം തീയതി സമർപ്പിക്കപ്പെട്ട റിപ്പോർട്ടിന്റെ മേലെ ഗവൺമെന്റ് അടയിരിക്കുന്നത് എന്ന് പറയുന്നതിൽ നമുക്ക് യാതൊരു മനസ്സിന് യാതൊരു ചാഞ്ചല്യവുമില്ല. കാരണം അത് വളരെ കൃത്യമാണ്. ഗവൺമെന്റിന്റെ പോളിസി എന്താണ്? നാളുകളായി ക്രൈസ്തവ സമൂഹം ഇവിടെ അനുഭവിച്ചുകൊണ്ടിരുന്ന പല അനീതികൾക്കുമെതിരെ സ്വരമുയർത്തുന്നതോടൊപ്പം തന്നെ ദളിതരുടെയും പിന്നോക്കക്കാരുടെയും കാർഷിക മേഖലയിൽ അധ്വാനിച്ച് ജീവിക്കുന്നവരുടെയും തീരദേശ ജനതയുടെയും ഒക്കെ മേഖലകളിൽ അനുഭവിക്കുന്ന ദുരിതങ്ങൾ, പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് ധാരാളം നിവേദനങ്ങൾ ഓരോ സഭാ വിഭാഗങ്ങളായിട്ടും ക്രൈസ്തവ സമൂഹം ഒന്നിച്ചായിട്ടും KCBCയും ഒക്കെ നേതൃത്വത്തിലും അതുപോലെ ഓരോ സഭാ വിഭാഗങ്ങളുടെ നേതൃത്വമൊക്കെ കൊടുത്തുകൊണ്ടിരുന്നു. ഈ കൊടുത്തുകൊണ്ടിരുന്ന ഈ നിവേദനങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്നതിന്റെ അടിസ്ഥാനത്തിലും ഇലക്ഷൻ സമയത്ത് ക്രൈസ്തവ സമൂഹത്തെ ഒന്ന് കൂടെ ചേർത്ത് നിർത്താൻ ഉള്ളൊരു ചിന്ത കൂടെ വന്നതുകൊണ്ടുമാണ് ചാടിക്കേറിയൊക്കെ ഈ ഒരു ഇലക്ഷന്റെ സമയത്തൊക്കെ നടത്തിയ ഒരു കളികളുടെ ഭാഗമായിട്ടാണ് കോശി കമ്മീഷനെ പെട്ടെന്ന് തന്നെ നിയമിക്കാനുണ്ടായ ഒരു കാരണം. അപ്പൊ ഇതിന് പുറകില് ക്രൈസ്തവ സമൂഹം നാളുകളായി ഉയർത്തിക്കൊണ്ടിരുന്ന പല പ്രശ്നങ്ങളും, അതോടൊപ്പം ഇവിടെ ഒരു സമൂഹം ഇത് ഇങ്ങനെയുള്ള അർഹമായ പല കാര്യങ്ങളും ലഭിക്കാതെ നീതി നിഷേധിക്കപ്പെട്ട് നിൽക്കുമ്പോൾ മറു സൈഡിൽ മറ്റു പല സമുദായങ്ങൾക്കും ഇതിനപ്പുറത്ത് അല്ലെങ്കിൽ ഇതിലും നല്ല ബെറ്റർ ആയിട്ട് ഉള്ള സാഹചര്യങ്ങൾ ഉള്ളവർക്ക് പോലും പല രീതിയിലുള്ള ക്ഷേമ പദ്ധതികളും പല രീതിയിലുള്ള അവരെ പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സർക്കാർ താല്പര്യം കാണിക്കുന്നത് കൂടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതിനെതിരെയുള്ള ഒരു വിവേചനത്തെ ജനം ഉയർത്തി കാണിക്കാൻ തുടങ്ങിയത്. അപ്പൊ അതിൽ നിന്നൊക്കെയുള്ള ഒരു ശ്രദ്ധ മാറ്റുവാനും അതിൽ നിന്നുള്ള ശ്രദ്ധ മാറ്റിക്കൊണ്ട് താൽക്കാലികമായിട്ടെങ്കിലും ക്രൈസ്തവ സമൂഹത്തെ ഒന്ന് തൃപ്തിപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യമല്ലാതെ ഇതിന്റെ പുറകിൽ ഇവിടുത്തെ പീഡിത ക്രൈസ്തവ സമൂഹത്തിന്റെ അല്ലെങ്കിൽ എല്ലാ രീതിയിലും നീതി നിഷേധിക്കപ്പെടുന്ന ഒരു സമൂഹത്തിന്റെ യഥാർത്ഥ ആവശ്യങ്ങളിൽ ഇടപെടണം എന്നുള്ള ഒരു ലക്ഷ്യം ഈ കോശി കമ്മീഷനെ നിയമിക്കുമ്പോൾ പോലും ഉണ്ടായിരുന്നു എന്നുള്ളത് സംശയകരമാണ്. കാരണം തുടർന്നുള്ള പ്രവർത്തനം നോക്കിയാൽ മതി. ഈ കോശി കമ്മീഷനെ 2020 നവംബർ 5-ന് നിയമിച്ചതിന് ശേഷം ഒരു വർഷം മിച്ചം വെറും ഒരു ക്ലർക്കിനെയും കൊണ്ട് മാത്രം ഒരു ഓഫീസ് പോയി, ഒരു സെക്രട്ടറിയും ഒരു ക്ലർക്കും മാത്രം ഇരുന്നുകൊണ്ട് ഒരു ഓഫീസ് പോയി. അവിടെ ലഭിച്ചുകൊണ്ടിരുന്ന പരാതികളൊന്ന് സോർട്ട് ചെയ്യാൻ പോലെയുള്ള സ്റ്റാഫ് ഇല്ല.
ഇത് ഈ വരുന്ന സാധനങ്ങളൊന്ന് ലിസ്റ്റ് ചെയ്ത് അടിച്ച് പ്രിന്റ് എടുത്ത് വെക്കാൻ പേപ്പർ ഇല്ലാത്തൊരവസ്ഥ. അത് ദയനീയമായ ഒരു അവസ്ഥയാണ്. ഇതൊക്കെ ഇതിനൊക്കെ എന്നാണ് ഗവൺമെന്റ് ഫണ്ട് കൊടുത്തതെന്നും എന്ന് തൊട്ടാണ് അവർക്ക് പ്രവർത്തിക്കാൻ യഥാർത്ഥത്തിൽ സാധിച്ചിരുന്നത് എന്നും ഒക്കെ കൃത്യമായിട്ട് ഗവൺമെന്റ് കയ്യിൽ രേഖകളുള്ളതാണല്ലോ. അപ്പം നമ്മൾ ഈ പറയുന്നതിനകത്ത് ഒരു കൂട്ടിച്ചേർക്കലും ഒരു കുറയ്ക്കലും ഇല്ലാതെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഗവൺമെന്റിന് ജനങ്ങളുടെ മുമ്പിൽ, പ്രത്യേകിച്ചും കേരളത്തിലെ ഈ 60 ലക്ഷത്തിലധികം വരുന്ന ക്രൈസ്തവ സമൂഹത്തിലെ വിശ്വാസ സമൂഹത്തിന്റെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി മാത്രം തട്ടിക്കൂട്ടിയ ഒരു പരിപാടിയാണ്. നമ്മൾ പുറമേ നിന്ന് വാച്ച് ചെയ്യുമ്പോഴും ഇതിനുവേണ്ടി ശക്തമായി പ്രവർത്തിച്ച വ്യക്തി എന്ന നിലയിലും ഇതെല്ലാം ഭംഗിയായിട്ട് ഈ കമ്മീഷൻ നിർദ്ദേശങ്ങളൊക്കെ ഇവിടെ നടപ്പിലാക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രതീക്ഷ ഇതാണ്, ഇതൊന്നും സംഭവിക്കത്തില്ല. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരുകളൊക്കെ നിയമിച്ച കമ്മീഷനുകളുടെ പലതിന്റെയും അവസ്ഥ പോലെ തന്നെ ഇതും പെട്ടിക്കാത്തിരിക്കാനാണ് സാധ്യത കാണുന്നത് ജോർജി. ഒപ്പം തന്നെ അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ 2020, 2021 ആ ഒരു കാലഘട്ടത്തിലാണ് അങ്ങ് ഉൾപ്പെടെ ശക്തമായ പോരാട്ടം നടത്തിയ ഈ 80-20 വിഷയം. ഒപ്പം തന്നെ ഈ KT ജലീൽ മന്ത്രിയായിരുന്നപ്പോൾ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൽ അരങ്ങേറിയ കൊടിയ പക്ഷപാതം. അപ്പോൾ ഈ കള്ളത്തരം കൈയോടെ പിടിക്കപ്പെടും, അല്ലെങ്കിൽ അത് കണ്ടുപിടിച്ച ഒരു ഘട്ടത്തിൽ അതിനെ തമസ്കരിക്കുവാൻ, അതിൽ നിന്നും ശ്രദ്ധ മാറ്റുവാൻ വേണ്ടിയുള്ള ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട്, ഒപ്പം തന്നെ ഇലക്ഷൻ, അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട്, അതിനപ്പുറം നമുക്കൊന്നും പ്രതീക്ഷിക്കേണ്ട അല്ലെ? നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കേണ്ട. അതിനൊരു കാരണം കൂടെ ഞാൻ പറയാം. 2021 മെയ് മാസം 28 80-20 കേസിന്റെ വിധി വന്നു. 80-20 ന്യൂനപക്ഷ കേസിന്റെ വിധി വന്നു. സർക്കാർ കോടതിയുടെ നിർദ്ദേശമായതുകൊണ്ട് തന്നെ നടപ്പിലാക്കാൻ നിർബന്ധിതനായി. അങ്ങനെ സർക്കാർ അത് നിർബന്ധിതമായി കോടതിയുടെ ജനസംഖ്യാനുപാതികമായ രീതിയിൽ നടപ്പിലാക്കണമെന്ന് പറഞ്ഞ് അതുമായിട്ട് മുന്നോട്ട് പോകാൻ ഉത്തരവുകൾ ഇറങ്ങി കഴിഞ്ഞ് അത് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ഇവിടുത്തെ സംസ്ഥാന സർക്കാരാണ് ഏറ്റവും ആദ്യം അപ്പീലിന് പോണ സുപ്രീം കോടതിയിൽ. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇവിടെ ഭരണഘടനാപരമായി നിലനിന്നിരുന്ന ഒരു അനീതി, അത് തെറ്റാണ്, അത് അസാധുവാണെന്ന് പ്രഖ്യാപിച്ച് കോടതിയിൽ നിന്നും അത് മാറ്റി വിധി വന്നതിന് ശേഷം ഇവിടെ ഓൾ പാർട്ടി മീറ്റിംഗും എല്ലാം കൂടി അത് നടപ്പിലാക്കാൻ തീരുമാനിച്ച് എക്സിക്യൂട്ട് ചെയ്ത് സ്കോളർഷിപ്പുകളുടെ വിജ്ഞാപനം ഇറങ്ങിയതിന് ശേഷമാണ് ഒരു സംസ്ഥാന സർക്കാർ അപ്പീലിന് പോണത്. എന്നാലോചിച്ച് നോക്കുക. അപ്പൊ തന്നെ അതിനകത്തുള്ള വിശ്വാസ്യത എന്താണ് എന്നുള്ളത്, ഈ പറയുന്ന കമ്മീഷനുകളുടെ ഒക്കെ പുറകിലുള്ള അവസ്ഥ. ഇനി രണ്ടാമത്തെ കാര്യം കഴിഞ്ഞ വർഷം ഈ 2021-22 അക്കാദമിക് ഇയറിൽ പിള്ളേർക്ക് സ്കോളർഷിപ്പ് കിട്ടി. പക്ഷേ കഴിഞ്ഞ വർഷം 2022-23 വർഷം ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിലൂടെയുള്ള ഒരു സ്കോളർഷിപ്പുകളും കൊടുത്തിട്ടില്ല. 1 രൂപ പോലും സംസ്ഥാന സർക്കാരുകൾ ഇവിടെ ഫണ്ടായിട്ട് പോയിട്ടില്ല. സംസ്ഥാന സർക്കാരിന് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൽ നിന്നുള്ള ഈ ന്യൂനപക്ഷങ്ങൾക്കുള്ള ഒരു സ്കോളർഷിപ്പുകളോ ആനുകൂല്യങ്ങളോ ഇവിടെ പോയിട്ടില്ല. അതിന്റെ കാരണമായിട്ട് സർക്കാർ എന്താണ് പറയുന്നത്? എന്തുകൊണ്ട് ഇത് കൊടുക്കുന്നില്ല? അതിന്റെ കാരണം എന്താണ് പറയുന്നത്? കാരണം ഫണ്ട് ഷോർട്ടേജ് ആണ് വിവരാവകാശത്തിൽ പറയുന്നത്. പക്ഷേ ഉണ്ടല്ലോ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ ഇനി പറയുന്നതിനെ വർഗീയതയായിട്ട് ചിത്രീകരിക്കരുത്, ഒരിക്കലും ചിത്രീകരിക്കരുത്. ഞാനൊരു ഫാക്ട് പറയാൻ ആഗ്രഹിക്കുക. അതായത് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിലൂടെ സ്കോളർഷിപ്പുകൾ വിതരണം നിർത്തിവെക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക ഈ അവകാശങ്ങൾ ചോദിച്ച് കോടതിയിൽ നിന്ന് നിയമയുദ്ധം നടത്തി എടുത്ത ക്രൈസ്തവ സമൂഹത്തെയാണ്. ഇത് മറ്റു സമൂഹത്തിന്, ഈ കൂടെയുള്ള അല്ലെങ്കിൽ ഇവിടുത്തെ കേരളത്തിലെ ഭൂരിപക്ഷമായ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് അവർക്ക് വഖഫ് ബോർഡിലൂടെയും മറ്റു സ്കോളർഷിപ്പുകൾ കിട്ടുന്നുണ്ട്. അതിനൊരു കുറവും വരുത്തിയിട്ടില്ല. അപ്പൊ ഈ വ്യത്യാസത്തെയും കൂടെ നമ്മൾ കാണണം. അപ്പൊ ഗവൺമെന്റിന്റെ നിലപാട് എവിടെ പോകുന്നു, ഗവൺമെന്റ് എത്രമാത്രം തിരിച്ചു വ്യത്യാസം കാണിക്കുന്നു എന്നുള്ളത് വളരെ സ്പഷ്ടമാണ് ഈ സ്കോളർഷിപ്പുകളുടെ കാര്യത്തിൽ. ഇവിടെ ഫണ്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇന്നത്തെ പത്രങ്ങളും ഇന്ന് ചാനലുകളും ഒക്കെ റിപ്പോർട്ട് ചെയ്തു, IT വകുപ്പിലേക്ക് മുഖ്യമന്ത്രി 4 പേരെയും കൂടെ അപ്പോയിന്റ് ചെയ്യുന്നു. 8 ലക്ഷം രൂപ ആണ് സാലറി. അതിന് ഗവൺമെന്റിന്റെ കയ്യിൽ ഫണ്ടുണ്ട്. ഇവിടെ ഓണത്തിന് സദ്യ നടത്താൻ 1200 രൂപ വെച്ച് പ്ലേറ്റിന് കൊടുത്തുകൊണ്ട് ഇവിടെ സദ്യ നടത്താൻ സർക്കാരിന്റെ കയ്യിൽ ഫണ്ടുണ്ട്. ഓണാഘോഷം വേണ്ടെന്നല്ല പറയുന്നത്. അങ്ങനെ ഫണ്ടുകൾ ദൂർത്തടിക്കുമ്പോൾ ഇവിടുത്തെ പാവപ്പെട്ട പിള്ളേരുടെ, അർഹരായ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു അല്ലെങ്കിൽ ഒരു വിഭാഗം ജനതയുടെ, ന്യൂനപക്ഷങ്ങളിലെ 5 ന്യൂനപക്ഷം വരുന്ന അല്ലെങ്കിൽ 6 വിഭാഗം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനാണ്, വേറൊന്നിനുമല്ല, വിദ്യാഭ്യാസത്തിന് ഫണ്ടില്ല എന്ന് പറയപ്പെടുന്നത് തീർച്ചയായിട്ടും ഗവൺമെന്റ് ഈ സമുദായങ്ങളോട് കാണിക്കുന്ന, പ്രത്യേകിച്ചും ക്രൈസ്തവ സമൂഹത്തോട് കാണിക്കുന്ന അനീതിയാണ്, വിവേചനമാണ്.
ഇതിനെതിരെയാണ് നമ്മൾ സ്വരമുയർത്തേണ്ടത്. പക്ഷേ ശ്രീ നമ്മൾ ജസ്റ്റിൻ പള്ളിവാതിക്കൽ, ഈ ഹെലികോപ്റ്റർ മേടിക്കാനും ഈ നീന്തൽക്കുളം പണിയാനും ഈ ക്ലിഫ് ഹൗസിൽ തൊഴുത്ത് കെട്ടാനും ഒക്കെ ഫണ്ടുണ്ട്. അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഈ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ആനുകൂല്യങ്ങൾ നൽകാൻ ഫണ്ടില്ല എന്ന് പറയുന്നത് എത്രത്തോളം വിചിത്രമായ നിലപാടാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ശ്രീ ജസ്റ്റിൻ? അല്ല, ഇവിടെ പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ ഈ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുമ്പോഴും നമ്മുടെ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഇത് നിഷേധിക്കപ്പെടുന്ന ഒരു സമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് വേണ്ട രീതിയിലുള്ള പ്രതിഷേധങ്ങളും ഒന്നും ഉയരുന്നില്ല. ആവശ്യങ്ങൾ പോലും ഉയരുന്നില്ല. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറഞ്ഞാൽ കക്കാൻ വേണ്ടി ചോദിച്ചാലും 4 പ്രാവശ്യം കള്ളം ചോദിച്ചാലും കൊടുക്കുന്ന ഒരവസ്ഥയാണ് സർക്കാരിന്റെ ഈ കഴിഞ്ഞ കാലങ്ങളിലെ അവസ്ഥ. കക്കാൻ വേണ്ടി അവർ എന്തിനും കൊടുക്കും. അത് നീന്തൽക്കുളമായിട്ടാണേലും തൊഴുത്തായിട്ടാണേലും ഹെലികോപ്റ്റർ ആയിട്ടാണേലും ക്യാമറ ആയിട്ടാണേലും ഏത് രീതിക്കാണേലും മോഷണത്തിനാണെങ്കിൽ അവർ കൊടുക്കും. അത് പല പ്രാവശ്യം നിലവിളിച്ചു കഴിയുമ്പോൾ കൊടുക്കുക. ഇവിടെ അർഹരായ ഒരു വിഭാഗം കുഞ്ഞുങ്ങള് വിദ്യാർത്ഥികൾ പഠിക്കാൻ വേണ്ടി സ്കോളർഷിപ്പ് പോലും ചോദിക്കുമ്പോൾ കൊടുക്കാനില്ലാത്ത ഒരവസ്ഥ, അതിനെ നമുക്ക് തീർച്ചയായിട്ടും നമുക്കത് പക്ഷപാതപരമാണ്, അത് ബോധപൂർവമാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അത്തരത്തിലുള്ള ഒരു നീക്കം തന്നെയാണ് ഈ കോശി കമ്മീഷന്റെ കാര്യത്തിലുള്ളത്. ജനം ഇത് ആർക്ക് വേണ്ടിയാണോ രൂപീകരിക്കപ്പെട്ടത്, ആർക്കാണോ നീതി നിഷേധിക്കപ്പെടുന്നത്, ആ വിഭാഗം ജനസമൂഹം നാടൻ ഭാഷയിൽ പറഞ്ഞ തെരുവിലിറങ്ങാതെ സ്വരമുയർത്താതെ ഒരു കാരണവശാലും നീതി കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയില്ല. ഓക്കെ, വളരെ വ്യക്തമാണ്. ഫാദർ സ്കോട്ട് സ്ലീവ, പ്രത്യേകിച്ച് ഈ JB കോശി കമ്മീഷൻ റിപ്പോർട്ടിന്റെ കാര്യത്തിൽ ഒരു അപ്ഡേഷൻ, ചെറിയൊരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് അത് ആഭ്യന്തര വകുപ്പിൽ നിന്ന് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിലേക്ക് റിപ്പോർട്ട് കൈമാറി എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യ ഘട്ടത്തിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് വളരെയധികം പരാതികളുടെ ഒക്കെ ഉയർന്ന അടിസ്ഥാനത്തിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് മുഖ്യമന്ത്രിയാണ്. പിന്നീട് അത് അബ്ദുറഹ്മാന് കൈമാറുകയുണ്ടായി. ഈ കഴിഞ്ഞ ദിവസം ഈ JB കോശി കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട അങ്കമാലി MLA ശ്രീ റോജി M. ജോൺ അദ്ദേഹം സമർപ്പിച്ച ഒരു സബ്മിഷന് മറുപടിയായി സർക്കാർ നൽകിയ ഒരു മറുപടി ഇപ്രകാരമാണ്. ഈ JB കോശി കമ്മീഷൻ പുറപ്പെടുവിച്ച ശുപാർശകൾ അത് പല വകുപ്പുകളെയും ബാധിക്കും എന്നതിനാൽ, ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഉൾപ്പെടെയുള്ള പല വകുപ്പുകളെയും ബാധിക്കും എന്നതിനാൽ അവർ കൂടി തീരുമാനമെടുക്കേണ്ട ഒരു കാര്യമായതിനാൽ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പരിശോധന എന്ന് തീരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും? ഫാദർ സ്കോട്ട് സ്ലീവ, ഇവിടെ ഇപ്പൊ നമ്മള് ആമുഖമായിട്ട് ജസ്റ്റിൻ സാറ് പറഞ്ഞതിനോട് ചേർത്ത് വെച്ച് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തുണ്ടായ കുറെ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളോട് ഉണ്ടായിട്ടുള്ള സമീപനം വളരെ വ്യക്തമാണ്. അതിൽ നിന്ന് ഒരു രക്ഷ അല്ലെ തൽക്കാലത്തേക്കുള്ള ഒരു മുട്ടുശാന്തി എന്ന നിലയിലാണ് തിരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിലും അവര് ന്യൂനപക്ഷത്തെ ചേർത്ത് നിർത്തുവാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ അവര് നടത്തിയിരുന്നത്. പ്രത്യേകിച്ച് ക്രൈസ്തവ ന്യൂനപക്ഷത്തെ ചേർത്ത് നിർത്തുവാൻ വേണ്ടി അവര്, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു വലിയൊരു വിഭാഗം ശ്രമിച്ചിരുന്നു എന്ന സത്യമാണ്. അതിന്റെ ഫലമായിട്ട് കൂടിയാണ് ഒരുപക്ഷെ രണ്ടാമത് പിണറായി സർക്കാർ അധികാരത്തിൽ വന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഒന്നാം പിണറായി സർക്കാരിന്റെ ചില വ്യവസ്ഥാപിതമായ താല്പര്യങ്ങൾ ക്രൈസ്തവ ന്യൂനപക്ഷത്തിന് എതിരാണെന്ന് വന്നപ്പോൾ അവരെ കൂടെ നിർത്തുവാൻ വേണ്ടി പല വിധത്തിലുള്ള അവസാന നിമിഷത്തെ പെടാപ്പാടുകൾ കുറെ അവർ കാട്ടിക്കൂട്ടി. അതിന്റെ ഫലത്തിൽ രണ്ടാമത് അധികാരത്തിൽ വന്നപ്പോൾ ഞങ്ങളുടെ പക്ഷം നിങ്ങളുടെ കൂടെ ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് സത്യത്തിൽ പിണറായി വിജയൻ ആ ഒരു വകുപ്പ് കൈകളിൽ എടുത്തിരുന്നത്. അത് വലിയ പ്രതീക്ഷയോടുകൂടെ, വലിയ സന്തോഷത്തോടുകൂടെ ഇവിടുത്തെ ന്യൂനപക്ഷം സമൂഹം സ്വീകരിച്ചിരുന്നു. അതിനുശേഷം പിന്നീട് മാസങ്ങൾ കഴിയുമ്പോൾ മറ്റൊരു വ്യക്തിയുടെ കൈകളിലേക്ക് കൊടുക്കുന്നു എന്ന് കാണുമ്പോൾ, അതും മുൻപ് KT ജലീൽ കൈകാര്യം ചെയ്ത അതേ മനോഭാവത്തോടുകൂടെ, വലിയ താല്പര്യത്തോടുകൂടെ ഒരു പ്രത്യേക സമുദായത്തിന്, പ്രത്യേക സമൂഹത്തിന് മാത്രമേ കൊടുക്കാവൂ എന്ന് നിർബന്ധ ബുദ്ധിയാ കാണുന്ന ഒരു വ്യക്തി. നമുക്കറിയാം ഇദ്ദേഹത്തിന്റെ ചില സ്റ്റേറ്റ്മെന്റുകൾ, വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ വന്നപ്പോൾ ഇദ്ദേഹത്തിന്റെ കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ കണ്ടതാണ്. അതിൽ നിന്നൊക്കെ വ്യക്തമാണ് ഇദ്ദേഹത്തിന്റെ നിലപാട്, ഇദ്ദേഹത്തിന്റെ ആശയം, ഇദ്ദേഹത്തിന്റെ ചിന്താഗതി എന്താണെന്നുള്ളത്. ആ വ്യക്തികളുടെ കൈകളിലേക്ക് വീണ്ടും ഇത് കൊടുത്തു കഴിയുമ്പോൾ ഇത് എത്രമാത്രം ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുമെന്നതിന് യാതൊരു സംശയമില്ല. പിന്നെ പല വകുപ്പുകളെ കുറിച്ച് ബാധിക്കുന്ന ഒരു റിപ്പോർട്ടാണ് എന്ന് പറയുമ്പോൾ തന്നെ നാളിതുവരെ ഈ ബാധിക്കുമെന്ന് പറയുന്ന വകുപ്പുകളുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവൻ അനുഭവിച്ചിട്ടുള്ള, മതന്യൂനപക്ഷങ്ങൾ അനുഭവിച്ചിട്ടുള്ള കുറേയേറെ പ്രശ്നങ്ങളെ അവിടെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ആ വകുപ്പുകൾ മേല് ഇന്നലകളിൽ ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിന് ചില വീഴ്ചകൾ, ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്നതിന്റെ വെളിച്ചത്തിൽ കേരളത്തിലെ 14 ജില്ലകളിലും അങ്ങോളം ഇങ്ങോളം നടന്ന സിറ്റിങ്ങുകളിൽ പങ്കെടുത്തവരൊക്കെ തന്നെയാണ് ഈ ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 4,87,000-ലധികം പരാതികൾ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പല വകുപ്പുകളുമായി ബന്ധപ്പെട്ട പരാതികൾ തീർച്ചയായിട്ടും ഉണ്ടാകും.
കാരണം ക്രൈസ്തവ മതന്യൂനപക്ഷത്തിനുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ അവൻ ഉയർത്തിക്കാട്ടുമ്പോൾ മറ്റു വകുപ്പുകളെ കൂടെ ബാധിക്കും എന്ന് പറഞ്ഞ് അതിനെക്കുറിച്ച് ഞങ്ങൾ പരിശോധിക്കുകയാണ്, അവരുകൂടെ പരിശോധിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഏകദേശം 2 വർഷം കഴിഞ്ഞ് 2.5 വർഷത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന സർക്കാർ അവർക്കിപ്പോൾ അവരുടേതായ ചില മുഖങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പെടാപ്പാടിനകത്ത് ഈ ഒരു ഉത്തരമല്ലാതെ അവർക്ക് വേറെ ഒരു ഉത്തരം പറയാനില്ല. കാരണം 8:20 വന്ന സമയത്ത് അതിൽ പിന്നീട് ഒരു നടപടിയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ കോടതിയിലേക്ക് പോയത് സർക്കാരിന്റെ നിലപാട് വ്യക്തമാണ്. ഒരു വിഭാഗത്തിന് എന്നുള്ളത് ഇവിടെ വളരെ ക്ലിയർ ആണ്. ഒരു വിഭാഗത്തിന് വേണ്ടിയാണ് മുഴുവൻ വകുപ്പുകളും മുഴുവൻ സാധ്യതകളും ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു കാലതാമസം ഇനിയും ഉണ്ടാവും. 2000 ഇതുപോലെ ഒരു റിപ്പോർട്ട് ഇവിടെ കേരള ഗവൺമെന്റ് സമർപ്പിച്ചതാണ്. അതിന്റെ റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നത് 2017 ക്രൈസ്തവൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി 2000 ഒരു പഠനം നടന്നിട്ട് അതിന്റെ റിപ്പോർട്ട് 2017 പൊതുജനം കാണുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ സംഭവിക്കത്തുള്ളൂ. ഇനിയും ഇതിങ്ങനെ കുടുങ്ങിക്കിടക്കുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അതിന് എത്ര നാളെന്നുള്ളത് നമ്മുടെ ഭാഗത്തുനിന്ന് വലിയ പ്രഷറുകൾ നമ്മൾ ചൊലുത്താത്തിടത്തോളം കാലം ഇതൊക്കെ തന്നെ സംഭവിക്കും. ഒപ്പം തന്നെ ഫാദർ സ്കോട്ട് സ്ലീവ, പ്രത്യേകിച്ച് ഈ മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും ഈ രാഷ്ട്രീയ പാർട്ടി ഭേദമന്യേ മുസ്ലിം നേതാക്കൾ ശക്തമായി ഇടപെടുന്ന ഒരു കാഴ്ച നമുക്ക് പലപ്പോഴും കണ്ടിട്ടുണ്ട്. 80-20 വന്നപ്പോഴും ഒപ്പം തന്നെ ഈ യൂണിഫോം സിവിൽ കോഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അത് മുസ്ലിം സമുദായത്തെ മാത്രമല്ല, അത് ഞാനിവിടെ സൂചിപ്പിക്കുന്നു. പക്ഷെ അതുപോലെ സമാനമായിട്ടുള്ള പല വിഷയങ്ങളിലും അവർ ഏക മനസ്സോടെ ഒറ്റക്കെട്ടായി മുസ്ലിം സമുദായത്തിന് വേണ്ടി വാദിക്കുന്ന ഒരു കാഴ്ച. പക്ഷെ അത്തരത്തിലൊരു കാഴ്ച ഈ ക്രൈസ്തവ നാമധാരികളായ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് എന്തുകൊണ്ടുണ്ടാകുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടാണിത്. നാളുകളായി ക്രൈസ്തവർ ശക്തമായി ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണിത്. പക്ഷേ എന്നിട്ട് പോലും ഈ ക്രൈസ്തവ നാമധാരികളായ രാഷ്ട്രീയ നേതാക്കളുടെ ഭാഗത്തുനിന്ന് ശക്തമായിട്ടുള്ളൊരു സമ്മർദ്ദം എന്തുകൊണ്ട് സർക്കാരിന്മേൽ വരുന്നില്ല? അത് പ്രതിപക്ഷത്തു നിന്നായിക്കോട്ടെ ഭരണപക്ഷത്തു നിന്നായിക്കോട്ടെ. ഫാദർ സ്കോട്ട് സ്ലീവ. അത് വളരെ വ്യക്തമാണ്. കാരണം വോട്ട് ചെയ്യാൻ ഉള്ള ആളുകൾ ഇന്ന് കൂടുതൽ മറ്റൊരു സമൂഹമാണ്. മധ്യ തിരുവിതാംകൂറിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള സീറ്റുകൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് തന്നെ മധ്യ തിരുവിതാംകൂറിലെ കുറേയേറെ സീറ്റുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. കുറേയേറെ സീറ്റുകളെ തന്നെ വേണ്ടാതെ വെച്ച് എണ്ണം കുറച്ചു. ആ മധ്യ തിരുവിതാംകൂറിലെ സീറ്റുകൾ കൂടിയത് വടക്ക് മലബാറിൽ നിന്ന് വോട്ടുകളാണ് ഇന്ന് കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തെ നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെടുമ്പോൾ ഞങ്ങൾക്ക് രാഷ്ട്രീയം കളിക്കുന്നത് ഒരിക്കലും ഇന്നത്തെ രാഷ്ട്രീയം എന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ജനക്ഷേമത്തിന് വേണ്ടിയുള്ള ഒരു പദ്ധതികളോ ജനക്ഷേമത്തിന് വേണ്ടി അല്ലല്ലോ ഇവിടുത്തെ ഭൂരിഭാഗം വരുന്ന ആളുകളും നിലനിൽക്കുന്നത്. മധ്യ തിരുവിതാംകൂറിലെ വോട്ട് ബാങ്ക് ഇത്രയേ ഉള്ളൂ. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം എടുത്തു നോക്കിയാൽ ക്രിസ്ത്യാനികളുടെ വോട്ട് വളരെ ചുരുക്കമാണ്. അപ്പൊ വോട്ട് ബാങ്ക് നോക്കി എല്ലാം ഭദ്രതയോടുകൂടെ നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടിക്ക് ഇവിടെ രാഷ്ട്രീയ നേതൃത്വം അത് ഇടതുകൊണ്ട് വലതുകൊണ്ട് മറ്റെല്ലാ സമുദായികം അല്ലെങ്കിൽ മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട്. അപ്പോൾ അവർക്ക് വോട്ടാണ് ലക്ഷ്യം. വോട്ട് ലക്ഷ്യം വെച്ച് നോക്കുമ്പോൾ ഇനി ക്രിസ്ത്യാനികൾ നേരെ തിരിച്ച് വോട്ടിംഗ് നിശ്ചയിക്കുന്ന രീതിയിലേക്കും അധികാരം നിശ്ചയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ കാര്യങ്ങൾ മാറിയാൻ ആരെയും ജയിപ്പിക്കാൻ കഴിയത്തില്ലെങ്കിൽ പലരെയും തോൽപ്പിക്കാൻ ഇന്ന് ക്രിസ്ത്യാനികൾക്ക് കഴിയും. അങ്ങനെയൊന്നും മറിച്ചൊന്ന് ചിന്തിച്ചു നോക്കട്ടെ. ഒരുപക്ഷെ ക്രിസ്ത്യാനികൾക്ക് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി ജയിപ്പിക്കാൻ കഴിയത്തില്ലായിരിക്കും. പക്ഷെ മതന്യൂനപക്ഷമായ ക്രൈസ്തവ സമൂഹം വിചാരിച്ചാൽ പലരെയും തോൽപ്പിക്കാൻ കഴിയും. അങ്ങനെ ഒരു നിലപാട് പരസ്യമായിട്ടൊന്ന് എടുത്തു നോക്കട്ടെ. കേരളത്തിലെ ക്രൈസ്തവ സമൂഹങ്ങൾ ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരു തീരുമാനം പറയുകയാണ്, ഞങ്ങൾക്ക് ഇന്നുണ്ടാവുന്ന പ്രശ്നങ്ങൾ, സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വെല്ലുവിളികൾ, ഞങ്ങൾക്ക് അതിന് നീതി കിട്ടാത്തടത്തോളം കാലം ഞങ്ങൾ മറിച്ച് ചിന്തിക്കുമെന്ന് നമ്മുടെ ആത്മീയ നേതൃത്വമോ നമ്മുടെ സഭയുടെ സാമുദായിക സ്നേഹമുള്ള സംഘടനകളോ അത്തരത്തിലുള്ള വ്യക്തികളോ ഒന്ന് പ്രതിഷേധവുമായി ബന്ധപ്പെട്ടൊന്ന് സംസാരിച്ച് നോക്കട്ടെ. അപ്പൊ കാര്യങ്ങൾ മാറും. നമ്മളെ ഇതുവരെ വോട്ട് ബാങ്കായിട്ടോ ചിത്രീകരിക്കപ്പെടാൻ അവർക്ക് മനസ്സില്ല. പക്ഷെ അവർക്ക് അധികാരം കിട്ടണമെങ്കിൽ അവരുടെ വോട്ടുകൾ വേണം. അപ്പൊ ക്രിസ്ത്യൻ നാമധാരികളായിട്ടുള്ളവര് ഒരിക്കലും ക്രിസ്ത്യാനികളുടെ വോട്ട് കൊണ്ട് മാത്രമല്ലല്ലോ ജയിക്കുന്നത്. ജയിച്ചു പോയി കഴിഞ്ഞാൽ കാട്ടിക്കൂട്ടുന്ന എന്താണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ, വളരെ വ്യക്തമാണ്. ഡോക്ടർ ചാക്കോ കളാമ്പറമ്പിൽ, പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമ്മർദ്ദ തന്ത്രം അല്ലെങ്കിൽ സമ്മർദ്ദങ്ങൾ ഈ സർക്കാരിന്റെ മേലുണ്ടോ? ഈ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് വെളിച്ചം കാണാതിരിക്കുവാൻ ഇപ്പോൾ 4 മാസം കഴിഞ്ഞു, കാര്യമായ നടപടികളൊന്നും ഉണ്ടാകുന്നില്ല. പക്ഷേ മറുസൈഡിൽ നാം പരിശോധിക്കുമ്പോൾ ഈ 2006 സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട്, സമാനമായ രീതിയിൽ കേരളത്തിൽ നടത്തിയ പാലോളി കമ്മീഷൻ റിപ്പോർട്ട്, അതൊക്കെ അത്തരം റിപ്പോർട്ടുകളൊക്കെ നിർണായകമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. കേരളത്തിൽ പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർക്ക് ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവിടെയൊക്കെ കൃത്യമായ രീതിയിലുള്ള ഒരു നടപ്പാക്കൽ നടക്കുന്നു. പക്ഷേ മറുസൈഡിൽ നാം നോക്കുമ്പോൾ ഈ ക്രൈസ്തവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒരു മെല്ലെപ്പോക്ക് അല്ലെങ്കിൽ ഒരു ഉഴപ്പൽ നയം
പലപ്പോഴും ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമ്മർദ്ദങ്ങളുടെ ഭാഗമായി സംഭവിക്കുന്നതാണോ ഡോക്ടർ ചാക്കോ കളമറമ്പി? ഞാൻ അതിന് മുമ്പായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങള് നമ്മുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചതാണ്. ഈ അടുത്ത കാലത്ത് വന്ന 2 കമ്മീഷനുകളിൽ ഒന്നാണ് JB കൊച്ചി കമ്മീഷൻ. ക്രൈസ്തവ സമുദായത്തിന്റെ ജീവനോപാധി, വിദ്യാഭ്യാസ പ്രതിസന്ധികള്, സാമൂഹ്യ പിന്നോക്കാവസ്ഥ ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയാണ് JB കൊച്ചി കമ്മീഷനെ നിയമിച്ചത്. അതോടനുബന്ധിച്ച് അതിന് ശേഷമായിട്ട് വന്നതാണ് ജസ്റ്റിസ് കമ്മീഷൻ. അതായത് സംവരണേതര വിഭാഗത്തിന്റെ സാമ്പത്തികമായ പിന്നോക്കാവസ്ഥയ്ക്ക് നിൽക്കുന്ന ആളുകളെ കുറിച്ചും സംവരണ വിഭാഗത്തെ കുറിച്ചും പഠിക്കാനുള്ള മുന്നോക്ക സമുദായം എന്നാണ് പൊതുവിൽ അറിയപ്പെടുന്നത് ഒരു കമ്മീഷൻ. ഈ 2 കമ്മീഷനുകളും വളരെ പ്രസക്തമായിട്ടുള്ള കമ്മീഷനുകളാണ്. നമുക്ക് ആ കമ്മീഷനുകളെ അത്തരത്തിൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയില്ല. ഉർവശി ശാപം ഉപകാരം എന്ന് പറഞ്ഞതുപോലെ അത് കമ്മീഷനെ വെച്ചത് വാസ്തവത്തിൽ ഈ കമ്മ്യൂണിറ്റികൾക്ക് വളരെ, അല്ലെങ്കിൽ ഈ കമ്മ്യൂണിറ്റികൾക്ക് വളരെ ഉപകാരപ്രദം തന്നെയാണ്. അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. അത് റിപ്പോർട്ട് സമർപ്പിക്കാൻ താമസിച്ചു എന്നുള്ളതും ശരിയാണ്. എന്നാലും റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് മെയ് മാസത്തിൽ സബ്മിറ്റ് ചെയ്തു 4-5 മാസങ്ങൾക്കുള്ളിൽ തന്നെ ഉടനടി നടപടി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനും വയ്യ. എങ്കിലും അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കേണ്ട സമയം തീർച്ചയായിട്ടും അത് ചെയ്യുന്നില്ല എന്നുള്ളത് നമുക്ക് ആശങ്ക ഉണർത്തുന്ന കാര്യമാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ചില ഹിന്റുകൾ നമ്മൾ അതിൽ നിന്ന് പുറത്തു വന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഈ കമ്മീഷൻ റിപ്പോർട്ട് വാസ്തവത്തിൽ പ്രസിദ്ധീകരിച്ച് ക്രൈസ്തവ സമുദായത്തിന്റെ ആശങ്കകൾ കേട്ട ശേഷം, അല്ലെങ്കിൽ ആ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ശുപാർശകളിൽ മേൽ സമുദായത്തിന് എന്താണ് പറയുന്നത് കേട്ട ശേഷം അതിൽ ആവശ്യമായ ഭേദഗതി വരുത്തിക്കൊണ്ട് ആ ശുപാർശകളെ നടപ്പിലാക്കാനുള്ള ഒരു ശ്രമമാണ് സർക്കാർ നടത്തേണ്ടത്. ആ റിപ്പോർട്ട് അതുപോലെ എടുത്ത് പ്രസിദ്ധീകരിച്ചുകൊണ്ട് മാത്രം കാര്യമായില്ല. സമുദായവുമായിട്ട് അത് ചർച്ച ചെയ്യണം. ചർച്ച ചെയ്ത് അതിനകത്തുള്ള തിരുത്തലുകൾ ആവശ്യമുള്ളത് തിരുത്തണം. അതുകൊണ്ട് നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യം നടപ്പിലാക്കണം എന്നുള്ള ഒരു ഇച്ഛാശക്തിയോടുകൂടി ഗവൺമെന്റ് പ്രവർത്തിച്ച് അത് പിന്നീട് പ്രവൃത്തിപഥത്തിൽ എത്തുക എന്നുള്ളതാണ് വേണ്ടത്. അപ്പൊ ഈ ഒരു പ്രാരംഭ ചർച്ച പോലും ഇവിടെ തുടങ്ങി വെച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് ആശങ്കയുള്ളതാക്കുന്ന കാര്യമാണ്. കാരണം റിപ്പോർട്ട് പുറത്തുവിട്ടിട്ട് അത് മനസ്സിലാക്കി അതിൽ ഇന്ന കാര്യങ്ങളുണ്ട്, ഇന്ന കാര്യങ്ങൾ അതിനകത്ത് കറക്റ്റ് ചെയ്യപ്പെടേണ്ടതെന്ന്, അല്ലെങ്കിൽ ഇന്ന കാര്യം നടപ്പാക്കേണ്ടതുണ്ട് എന്നത് വ്യക്തത വരുത്തേണ്ടത് അടിയന്തരമായി ചെയ്യേണ്ട കാര്യം തന്നെയാണ്. നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റു ചില വസ്തുത കൂടിയുണ്ട്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ കുറിച്ചുള്ള ഒരു പെർസെപ്ഷൻ ഉണ്ടല്ലോ പൊതുവില്. അവര് സാമ്പത്തികമായ ഉന്നമനമുള്ളവരാണ്, വിദ്യാഭ്യാസം അവരുടെ കയ്യിലാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു തെറ്റായ പെർസെപ്ഷൻ സമൂഹത്തിൽ കുറെ കാലങ്ങളായി നിൽക്കുന്നുണ്ട്. അതെല്ലാം എത്രയോ പിന്നോക്കം പോയി എന്നുള്ളത് നമുക്ക് തിരിച്ചറിയണം. ഇത് കേവലം ഒരു സ്കോളർഷിപ്പിന്റെ വിഷയമല്ല, മറിച്ച് ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ മഹാഭൂരിപക്ഷം വരുന്ന 80% വരുന്നത് കർഷകരാണ്. ആ കർഷകരിൽ അല്ലെങ്കിൽ മത്സ്യബന്ധന ആളുകളിൽ മിക്കവാറും മെജോറിറ്റി കടക്കണിയിലാണ്. അവരുടെ വിലക്കയറ്റവും ഉൽപാദന ചെലവും അമിതമായ ഉൽപാദന ചെലവൊക്കെ അവരെ ശക്തമായിട്ട് ബാധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. അഭ്യസ്ത വിദ്യരുടെ തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതലുള്ള സമുദായം, നമ്പർ 1 സമുദായമാണ് ക്രൈസ്തവ സമുദായം. പ്രവാസിവൽക്കരണത്തിന്റെ വലിയ ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ക്രൈസ്തവ സമുദായം. അതുപോലെ തന്നെ നമ്മൾ ആരും കാണാത്ത ഒരു വസ്തുതയാണ്, ദർ ഇസ് ആൻ ഇൻവിസിബിൾ പോവർട്ടി, ഒരു ദൃഷ്ടിഗോചരമല്ലാത്ത ഒരു അദൃശ്യ ദാരിദ്ര്യം ക്രൈസ്തവ സമുദായത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോ പണ്ട് അത്രയും ഉണ്ടായിരുന്നില്ല. പുറമെ നോക്കുമ്പോ ക്രൈസ്തവ സമുദായത്തിലെ അംഗങ്ങൾക്ക് പൊതുവിൽ വീടുണ്ട്, കാറുണ്ട്, അല്ലെങ്കിൽ വീട്ടിൽപ്പെട്ട ഫർണിച്ചർ ഉണ്ട്, അല്ലെങ്കിൽ മറ്റുപകരണങ്ങളുണ്ട്, ഫ്രിഡ്ജുണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്, TV ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇതെല്ലാം ആരുടേതാണെന്ന് അന്വേഷിച്ചു പോകുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതൊക്കെ ഏതെങ്കിലും ഫിനാൻസ് സംവിധാനങ്ങളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ബാങ്കുകളുടെയാണ്. ഇവരെല്ലാം ഇത് കടക്കണിയിലാണ്. കാരണം ഇവരിത് മേടിച്ചിട്ട് സമൂഹത്തിൽ സോഷ്യൽ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യാൻ വേണ്ടി അവൻ മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഒരിക്കലും അവനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ ഇവരുടെ ശരാശരി വാർഷിക വരുമാനം, നമ്മൾ പല പഠനങ്ങളും നടത്തിയതാണ്. ഈ കോശി കമ്മീഷന് വേണ്ടി തന്നെയും ഹരിഹരൻ കമ്മീഷന് വേണ്ടി തന്നെയും പഠനങ്ങളിൽ നമുക്ക് വെളിവാകുന്ന യാഥാർത്ഥ്യമുണ്ട്. അതായത് ഈ കമ്മ്യൂണിറ്റിയിലെ ശരാശരി 20% ആളുകളുടെ വാർഷിക വരുമാനം 10,000 രൂപയിൽ താഴെയാണ്. നമ്മളത് തിരിച്ചറിയണം. 30% ആളുകളുടെ വാർഷിക വരുമാനം 25,000 രൂപയിൽ താഴെയാണ്. 37% ആളുകളുടെ വാർഷിക വരുമാനം 50,000 രൂപയിൽ താഴെയാണ് വാർഷിക വരുമാനം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40% ഈ അദൃശ്യ ദാരിദ്ര്യത്തിന്റെ പിടിയിലകപ്പെട്ട് കണക്കടിയിലകപ്പെട്ട് കിടക്കുകയാണ്. 24% ഇത് കൃത്യമായ പഠനത്തിന്റെ രേഖയാണ് ഞാൻ പറയുന്നത്. പാറോക്ക് എന്ന് പറയുന്ന തൃശ്ശൂരും അതുപോലെ തന്നെ താമരശ്ശേരി ഡയസിലും ഞങ്ങൾ നടത്തിയ പഠനത്തിന്റെയും സമാനമായിട്ടുള്ള റിസൾട്ടുകളാണ് വന്നത്. താമരശ്ശേരിയിലെ മുഴുവൻ കുടുംബങ്ങളെയും എടുത്ത പഠനം നടത്തിയപ്പോഴും
ഫാറൂഖ് സാമ്പിൾ എടുത്തുകൊണ്ട് കേരളം മുഴുവനുള്ള സാമ്പിൾസ് എടുത്തുകൊണ്ട് പഠനം നടത്തിയിട്ടുള്ളൂ ഒരേ രീതിയിലുള്ള ഔട്ട്പുട്ടാണ് പുറത്തു വന്നതെന്നുള്ളത് വളരെ അത്ഭുതകരമാണ്. അതേസമയം അത് യാഥാർത്ഥ്യമാണ്. 24% കൃഷി മൂലമുള്ള സാമ്പത്തിക ബാധ്യത പേറുന്നവരാണ് ഈ സമൂഹത്തില്. അപ്പൊ നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ എല്ലാം ഭംഗിയുള്ളവരാണെന്ന് പറയുമ്പോഴും കടക്കണിയിൽപ്പെട്ട് കിടക്കുന്നവരാണ് 66%. അതുപോലെ തന്നെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ കഴിയാതെ സാമ്പത്തിക പ്രതിസന്ധി മൂലം വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാതെ കഴിയുന്നവർ ഒരു 10-20% ആളുകളുണ്ട് ഈ സമൂഹത്തില്. 5% താഴെ ആളുകൾക്ക് മാത്രമാണ് സ്കോളർഷിപ്പ് ലഭിക്കുന്നതിലൂടെ. ഈ 10-20% സമൂഹത്തില് 5% താഴെ ആളുകൾക്കാണ് നമുക്ക് സ്കോളർഷിപ്പ് പോലും കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം ഈ സമൂഹത്തിന്റെ സാമ്പത്തിക പിന്നോക്കാവസ്ഥ, സാമൂഹിക പിന്നോക്കാവസ്ഥ, വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ എല്ലാം കാണിക്കുന്നുണ്ട്. അതിന് ഉതകുന്ന വിധത്തിൽ ഈ കമ്മീഷന്റെ റിപ്പോർട്ടുകൾ പഠിച്ച് ഈ സമുദായത്തെ ലിഫ്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ഭാഗത്ത് ചെയ്യേണ്ടത്. ഇവിടെ അച്ഛനും അതുപോലെ തന്നെ അഡ്വക്കേറ്റും സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാവുന്നതുപോലെ ഒരു ജനാധിപത്യ ക്രമത്തില് സംശുദ്ധ ഭരണമാണെങ്കിൽ എല്ലാവരെയും ഈക്വലായി കാണും. അതല്ലെങ്കിൽ അവിടെ നടക്കുന്നത് പലപ്പോഴും വോട്ട് ബാങ്ക് പ്രീണനമായിരിക്കും. ആ വോട്ട് ബാങ്ക് പ്രീണനത്തിലാണ് ഈ കമ്മ്യൂണിറ്റി തമസ്കരിക്കപ്പെട്ടു പോകുന്നത്. അതിനെ ഈ വോട്ട് ബാങ്ക് പ്രീണനത്തെ മൂടിവെക്കാൻ, അതല്ലെങ്കിൽ ക്രൈസ്തവ സമുദായത്തിന്റെ ആവശ്യങ്ങളെ തമസ്കരിക്കാൻ ക്രൈസ്തവ സമുദായം സാമ്പത്തികമായി വെൽ ഓഫ് ആണ് എന്ന് പറയുന്ന ഒരു പെർസെപ്ഷൻ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ആ പെർസെപ്ഷൻ മറ്റ് സമുദായങ്ങളിലേക്കെല്ലാം പല മേഖലകളിലൂടെ ചില സമുദായം തന്നെ പ്രത്യേകമായിട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ട് പ്രചരിപ്പിച്ചിട്ടുമുണ്ട്. കഴിഞ്ഞ ഒരു 10-20 വർഷം നമ്മളത് കാണുന്നതാണ്, 90-കൾ മുതൽ നമ്മളത് കാണുന്നതാണ്. അപ്പൊ അത്തരത്തിലുള്ള പ്രചരണം അഴിച്ചുവിട്ട് ഈ സമുദായത്തിന്റെ അർഹതപ്പെട്ടതിനെ നിഷേധിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ അതിനെതിരെ ശക്തമായി നിലകൊള്ളാനായിട്ട് സമുദായ മന്ത്രങ്ങൾ നിൽക്കണം. മറ്റ് സമുദായങ്ങളെയും മറ്റ് രാഷ്ട്രീയ സംവിധാനങ്ങളെയും അത്തരത്തിൽ ബോധവൽക്കരിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മളൊരു കമ്മീഷൻ റിപ്പോർട്ട് വന്ന് അടങ്ങിയിരുന്നിട്ട് ഒരു കാര്യമില്ല. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നമുക്കറിയാം. മണ്ഡൽ കമ്മീഷൻ പിന്നോക്കാവസ്ഥയുള്ള ജനങ്ങൾക്ക് അല്ലെങ്കിൽ പിന്നോക്കം നിന്നിരുന്ന ആളുകൾക്ക് വേണ്ടി വന്നിട്ടുണ്ട്. എത്രയോ കാലത്തെ പ്രക്ഷോഭത്തിന് ശേഷമാണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയത്. എന്നാൽ കേരളത്തിൽ പാലോളി കമ്മീഷൻ റിപ്പോർട്ട് വന്നു. സർക്കാർ കമ്മിറ്റി മൈനോറിറ്റീസിന് വേണ്ടിയുള്ള കമ്മിറ്റി ആയിരുന്നെങ്കിൽ കേരളത്തിലേക്ക് വന്നപ്പോഴേക്കും അത് ഒരു മൈനോറിറ്റി മാത്രമാക്കിക്കൊണ്ട് പാലോളി കമ്മിറ്റി റിപ്പോർട്ടിലേക്ക് പോയി, അല്ലെങ്കിൽ കമ്മീഷൻ റിപ്പോർട്ട് വഴി നടപ്പിലാക്കാൻ ശ്രമിച്ചു. അത് വളരെ ത്വരിതഗതിയിൽ അത് സാധ്യമാക്കിയെടുത്തു കേരളത്തിൽ. അത്തരം ഒരു സംവിധാനം എന്തുകൊണ്ട് കേരളത്തിൽ സംഭവിച്ചെന്ന് ചോദിച്ചാൽ, അത്തരം ചില സമുദായങ്ങളെ അവർക്ക് വോട്ട് ബാങ്കിന്റെ പേരിൽ ആവശ്യമുണ്ട്. ആ സമുദായങ്ങളുടെ സമ്മർദ്ദ തന്ത്രത്തിന് മുമ്പിൽ അവർ മുട്ടുമടക്കുന്നത് നമ്മൾ കാണുന്നതാണ്. എന്നാൽ ക്രൈസ്തവ സമുദായം എന്നും ഈ ഒരു സെക്കുലർ സൊസൈറ്റിയില് നമുക്കൊന്നും കിട്ടിയില്ലെങ്കിലും ഞാൻ കഞ്ഞി കുടിച്ചില്ലെങ്കിലും മറ്റവൻ കഞ്ഞി കുടിച്ചോട്ടെ എന്നൊരു മനോഭാവമുള്ളവരായതുകൊണ്ട് അവരെ എല്ലാവരും തമസ്കരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. നമ്മളിനി ഉണർന്ന് പ്രവർത്തിച്ചേ പറ്റൂ. ഉണർന്ന് പ്രവർത്തിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ തള്ളപ്പെടും. അവിടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇത്തരത്തിലുള്ള പെർസെപ്ഷനെയും ഇത്തരത്തിലുള്ള നെഗറ്റീവ് പ്രൊപ്പഗൻഡകളെയും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ക്രൈസ്തവ സമുദായത്തിന്റെ അർഹതപ്പെട്ടതിനെ നിഷേധിക്കുമ്പോൾ ശക്തമായിട്ട് സമുദായ നേതൃത്വങ്ങള്, സമുദായ അംഗങ്ങള് അതിനെതിരെ നിലകൊള്ളാനും രാഷ്ട്രീയ പാർട്ടികളോട് അത് കൃത്യമായി പറയാനും ഉള്ള ഇച്ഛാശക്തി കാണിക്കണം. അതാണ് ഒരു വഴി. രണ്ടാമത്തത്, ഇതാരാണ് ഇവരെ ബോധവൽക്കരിക്കുക? രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് അവർക്ക് കിട്ടുന്ന ചില ടിപ്സ് എടുത്തുകൊണ്ട് അവർ അന്നത്തെ വൈകുന്നേരത്തെ ഒരു പത്രസമ്മേളനം നടത്തി അവസാനിപ്പിക്കുന്ന പരിപാടിയാണ്. ആധികാരികമായി പഠിച്ച രേഖകളെ അവരെ പഠിപ്പിച്ച് ഇവിടുത്തെ പിന്നോക്കാവസ്ഥയുടെ പ്രതിസന്ധിയും എന്താണെന്ന് ബോധ്യപ്പെടുത്തി അവരിലൂടെ ഈ നടത്തേണ്ട ജനാധിപത്യ ക്രമത്തിൽ നടപ്പിലാക്കി കിട്ടേണ്ട കാര്യങ്ങൾ, അവകാശങ്ങൾ, ന്യായമായ അവകാശങ്ങൾ ലഭ്യമാക്കാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ സമുദായ നേതൃത്വവും സഭാ നേതൃത്വവും ഇനി ചെയ്തേ പറ്റൂ. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്നും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ എന്നും ഇങ്ങനെ കണ്ണടച്ചിരിക്കാം എന്നൊരു അവസ്ഥയിലേക്ക് മാറും എന്നാണ് എനിക്ക് പറയാം. ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുകയാണ് ഡോക്ടർ ചാക്കോളം പറമ്പിൽ. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞു, പ്രത്യേകിച്ച് ക്രൈസ്തവ സമുദായത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ പലപ്പോഴും തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു നിലവിളി ശബ്ദം പലപ്പോഴും ഉയരുന്നില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഒരു ആശങ്കയായിട്ട് പലരും ചൂണ്ടിക്കാണിക്കുന്നത്, പലപ്പോഴും തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി, തങ്ങൾക്ക് ന്യായമായി ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുമ്പോൾ അത് വർഗീയതയായി ചിത്രീകരിക്കപ്പെടുമോ, അല്ലെങ്കിൽ ഈ സമൂഹത്തിലെ മതേതരത്വം തകരുമോ എന്ന ചിലരുടെയെങ്കിലും ഉള്ളിലുള്ള ഒരു ഭയം കൊണ്ടാണോ അങ്ങനെ സംഭവിക്കുന്നത്? ഡോക്ടർ ചാക്കോളം പറമ്പിൽ, അത് ഒരു പരിധിവരെ ഒരു കാരണമാണെന്ന് പറയാം. അത് മാത്രമാണ് കാരണം എന്ന് പറയാൻ പറ്റില്ല. ഒരു സ്യൂഡോ സെക്യുലറിസം നമ്മളിൽ അറിയാതെ കടന്നുകൂടിയിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞാൽ അവന് ഒരു സമുദായത്തിന് അർഹതപ്പെട്ട കാര്യം ചോദിച്ചാൽ അത് വർഗീയതയാണെന്നൊരു തെറ്റായ ചിന്താഗതി ഏറ്റവും കൂടുതലുള്ളത് ഒരു സമൂഹമാണ് ക്രൈസ്തവ സമുദായം. നിങ്ങൾ നോക്കുക,
NSS എടുക്കുക, നായർ സമുദായത്തെ എടുക്കുക, അതുപോലെ മുസ്ലിം സമുദായത്തെ എടുക്കുക, MES ആയാലും അവരവരുടെ അവകാശങ്ങൾ പറയും. ആരും പറയുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് പലപ്പോഴും വളരെ സർക്കാസ്റ്റിക് ആയിട്ട് ക്രിസ്ത്യൻ സമൂഹത്തിന്റെ അവകാശങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് വർഗീയതയായി പലപ്പോഴും ക്രിസ്ത്യാനികൾ തന്നെ കാണുകയാണ്. അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് മറ്റ് സമുദായങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഏറ്റെടുത്ത് പ്രൊപ്പഗേറ്റ് ചെയ്യുകയും ചെയ്ത് ആ വർഗീയത പറയുന്നു എന്നുള്ള മട്ടിലാക്കുന്നു. ഇത് അവകാശപ്പെട്ടത് മറ്റൊരാളുടെ അവകാശം കവർന്നെടുക്കുകയോ മറ്റൊരാളുടെ അവകാശത്തിന്മേൽ നമ്മൾ കൈകടത്തുകയോ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മറ്റൊരു സമുദായത്തെ നമ്മൾ മോശമായി ചിത്രീകരിക്കുമ്പോൾ, മറ്റൊരു മതത്തെ നമ്മൾ ഉയർത്തി കാണിക്കുമ്പോൾ അതിനെ നമുക്ക് വർഗീയതയാണെന്ന് പറയാം. മറിച്ച് എനിക്ക് അർഹതപ്പെട്ടത് എനിക്ക് ലഭിക്കണം എന്ന് പറയുന്നത് എങ്ങനെയാണ് വർഗീയതയാകുന്നത്? അതൊരു വശത്ത്. രണ്ടാമത്, അവകാശങ്ങളെ കുറിച്ച് യഥാർത്ഥത്തിൽ ബോധ്യമില്ലാത്ത ഒരു വലിയ സമൂഹം നമ്മുടെ സമുദായത്തിലുണ്ട്. അതിനെ നമ്മൾ അംഗീകരിച്ചു പറ്റും. കാരണം PWS വന്നില്ലേ, ഈ ഇക്കണോമിക്കലി വീക്കർ സെക്ഷന് സെൻട്രൽ ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന ഒരു സംവരണം വന്നല്ലോ. ആ സംവരണത്തെ കുറിച്ച് അറിയാവുന്ന എത്ര ആളുകളുണ്ട് നമ്മുടെ സമുദായത്തിൽ? ഞാൻ പല സ്ഥലത്ത് പോകുമ്പോൾ ചോദിച്ചു നോക്കാറുണ്ട്, EWS എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ, കേട്ടിട്ടുണ്ടോ? ഒരു നല്ല ശതമാനം അത് എന്താണെന്ന് കേട്ടിട്ട് പോലും. അപ്പൊ ഇതിനെ കുറിച്ചുള്ള അജ്ഞത 10% മുന്നോക്കക്കാരിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വേണ്ടിയുള്ള സംവരണമാണ്, സംവരണ വിഭാഗത്തിൽ സംവരണമാണ്. ആ സംവരണത്തെ കുറിച്ച് അറിയുന്നവർ പോലുമല്ല നമ്മുടെ കമ്മ്യൂണിറ്റി പലരും. പിന്നെ മറ്റൊന്ന്, ഞങ്ങൾക്ക് റിസർവേഷനും ഇല്ല, ഞങ്ങൾക്ക് മറ്റൊരു ആനുകൂല്യങ്ങളും ഇല്ല. മറ്റുള്ള എല്ലാ കമ്മ്യൂണിറ്റിക്കും റിസർവേഷൻ ഉണ്ട്. ചിലർക്ക് ഇരട്ട സംവരണമുണ്ട്. അതായത് സാമ്പത്തിക സംവരണവും മതസംവരണവും അങ്ങനെ മേടിക്കുന്നവരുണ്ട്. ജാതി സംവരണം, മതസംവരണം ഇവിടെ ഇല്ല, ജാതി സംവരണമേ ഉള്ളൂ. മതസംവരണവും സാമ്പത്തിക സംവരണവും മേടിക്കുന്നവരുണ്ട്. അതൊക്കെ അവർക്ക് അവകാശപ്പെട്ടതാണെന്ന് തെറ്റിദ്ധരിച്ച് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അവകാശങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് ഇവിടെ വന്നിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ച് കുറെ ചെറുപ്പക്കാര് ഉള്ളതെല്ലാം കെട്ടിപ്പെറുക്കി അവർക്ക് കിട്ടുന്ന എവിടെന്നെങ്കിലും ബാങ്കിൽ നിന്ന് കിട്ടുന്ന ലോൺ മേടിച്ച് പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്തരത്തിലൊരു ബോധവൽക്കരണം നമ്മുടെ സമൂഹത്തിലും സമുദായത്തിലും ഉണ്ടാക്കി എനിക്ക് അർഹതപ്പെട്ടത് ഇവിടെ തന്നെ ലഭ്യമാകേണ്ടതാണ്, എനിക്ക് അതിനുള്ള അവകാശം, എനിക്ക് ഇങ്ങനെ അർഹതകളുടെ അവകാശങ്ങൾ കിട്ടാനുണ്ട് എന്നുള്ളത്. സ്കോളർഷിപ്പ് ആയാലും, അത് ഈ പറയുന്ന EWS സംവരണമായാലും, ഈ പറഞ്ഞ മൈനോറിറ്റി റൈറ്റ് ആയാലും, അതിനെക്കുറിച്ചുള്ള അവയർനെസിന്റെ കുറവ് അത് പറയാനൊരു കാരണമുണ്ട് ജോജി. എനിക്ക് തോന്നുന്നത് ഒരു 60കളിലൊക്കെ നമ്മുടെ ക്രൈസ്തവ സമുദായത്തില് വീടുകളിലെ ഈ കൃഷിക്കാരായിട്ടുള്ള ആളുകള് ഒരു നേരത്തെ തേങ്ങ പറിച്ചു കഴിഞ്ഞാല് അവരൊരു സർക്കാർ ജോലിക്ക് പോവുകയാണെങ്കിൽ ഒരു വർഷം കിട്ടേണ്ട പൈസ ഒരു നേരത്തെ ഒരു പ്രാവശ്യം തേങ്ങ ഇടേണ്ട പൈസ കൊണ്ട് കിട്ടുമായിരുന്നു. അപ്പോ ആരെങ്കിലും ജോലി, അന്ന് സർക്കാർ ശമ്പളം തുച്ഛം ആണല്ലേ, തുലം കുറവാണ്. അപ്പൊ സർക്കാർ ശമ്പളം ഒരു വർഷം കിട്ടുന്ന ഒരു പ്രാവശ്യം തേങ്ങ ഇടിയിൽ കിട്ടുന്നതുകൊണ്ട് കാരണവന്മാര് പറയായിരുന്നു, നീ എന്തിനാണ് ഈ ജോലിക്ക് പോകണമെന്ന് പറയുന്നത്, നിനക്ക് ഈ പറമ്പിലെ തേങ്ങ വീട് കിടക്കുന്ന തേങ്ങ പറിക്കാൻ പോലെ ചുറ്റും നിരുത്സാഹപ്പെടുന്ന കാലം ഉണ്ടായിരുന്നു. പക്ഷെ അത് പോയി. പിന്നീട് കൃഷി ഒരു ബാധ്യതയായി, അല്ലെങ്കിൽ ഒരു കടക്കണിയായി മാറി, ഭൂമി ഒരു ലയബിലിറ്റി ആയി, ഒരു അസറ്റിനേക്കാൾ കൂടുതൽ. ആ സമയത്ത് അഭ്യസ്തവിദ്യരുടെ എണ്ണം കൂടി. ഈ സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ അഡ്രസ് ചെയ്യേണ്ടി വരുമ്പോ അതിന് തക്കവണ്ണത്തിലുള്ള ഒരു ബോധവൽക്കരണം നമ്മുടെ സമുദായത്തിൽ ഉണ്ടാകുന്നില്ല. അതിന് തക്കവണ്ണം നമുക്ക് അവകാശപ്പെട്ടത് മേടിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു എർജ് നമ്മളിലില്ല. മറിച്ച് നമ്മളിൽ നിന്നൊക്കെ ഒളിച്ചോടി മാറി നിൽക്കുന്നവരായി മാറുന്നുള്ളത്. തീർച്ചയായും അവകാശങ്ങളെ കുറിച്ച് ശക്തമായിട്ടുള്ള ഒരു ബോധവൽക്കരണം ആവശ്യമായിരിക്കുന്നു, പ്രത്യേകിച്ച് ക്രൈസ്തവ സമുദായത്തിനിടെ. ശ്രീ അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിക്കൽ, നമ്മൾ ഈ JB കൊച്ചി കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ചർച്ച പുരോഗമിക്കുമ്പോൾ മറ്റൊരു ആസ്പെക്ട് കൂടി നാം ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ അടുത്ത ദിവസങ്ങളിലാണ് ദേശീയ മാധ്യമങ്ങൾ, കേരളത്തിലെ പല പ്രമുഖ മുഖ്യധാര മാധ്യമങ്ങളും ആ ഒരു വാർത്ത മറച്ചു വെക്കുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടത്. പ്രത്യേകിച്ച് ന്യൂനപക്ഷ സ്കോളർഷിപ്പ് അല്ലെങ്കിൽ അതിന്റെ ഫണ്ട് വിതരണവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ക്രമക്കേടുകൾ പല സംസ്ഥാനങ്ങളിലും കണ്ടെത്തുകയുണ്ടായി. CBI അന്വേഷണം നടക്കുന്നു, കേരളത്തിലേക്കും അന്വേഷണം വരുന്നു. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്രമക്കേട് കൃത്യമായി തന്നെ നടന്നിട്ടുണ്ട് എന്ന തരത്തിൽ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അത്തരത്തിലൊരു വാർത്ത പുറത്തു വരുമ്പോൾ നാം ഇപ്പോൾ ക്രൈസ്തവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുവാൻ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നടപടികൾ ദ്രുതഗതിയിലാക്കുവാൻ രൂപവൽക്കരിച്ച ഒരു JB കൊച്ചി കമ്മീഷൻ റിപ്പോർട്ട് അത് നടപ്പാക്കുവാൻ വൈകുന്നു എന്നൊരു ആശങ്ക. അപ്പോൾ ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഉണ്ടായ കണ്ടെത്തലുകളുടെ ഒരു പശ്ചാത്തലത്തിൽ ഈ JB കൊച്ചി കമ്മീഷൻ റിപ്പോർട്ടിന് വളരെയധികം ഒരു പ്രസക്തി ഏറുകയല്ലേ ശ്രീ ജസ്റ്റിൻ പള്ളിവാതിക്കൽ? ജോർജി, അതായത് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിലൂടെ നൽകപ്പെടുന്ന സ്കോളർഷിപ്പ് വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആരോപണങ്ങളെ ഒരിക്കലും JB കൊച്ചി കമ്മീഷന്റെ റിപ്പോർട്ടുമായി ബന്ധിപ്പിക്കരുത്. അങ്ങനെ ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത് മുമ്പേ ചാക്കോ കാളമ്പറമ്പിൽ സാറ് പറഞ്ഞതുപോലെ
വളരെ നമ്മൾ അതിനെ കൊണ്ട് ഇടുങ്ങി ഒരു മൂലയ്ക്ക് കൊണ്ട് ഇരുത്താൻ ശ്രമിക്കുക. ഓക്കെ. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയപ്പെടുന്നത് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ, അത് എല്ലാ വിഭാഗത്തിലുമുള്ള ക്രൈസ്തവ സമൂഹത്തിന്റെ സാമ്പത്തിക, സാമൂഹിക, വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥയെ പറ്റി പഠിക്കാനാണ്. അപ്പൊ അതിനകത്ത് ദളിതരുടെ പിന്നോക്കാവസ്ഥയുണ്ട്, പരിവർത്തിത ക്രൈസ്തവരുടെ പിന്നോക്കാവസ്ഥയുണ്ട്, തീരദേശ ജനതയുടെ പിന്നോക്കാവസ്ഥയുണ്ട്, മലയോര മേഖലയിലെ ജനങ്ങളുടെ പിന്നോക്കാവസ്ഥയുണ്ട്, എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്നോക്കാവസ്ഥ അതിനകത്തുണ്ട്. അതേസമയം ഈ അടുത്ത നാളുകളിൽ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം നടന്ന സ്കോളർഷിപ്പ് സ്കാൻഡല്, അതിനകത്ത് ഒരു വിഭാഗം ജനങ്ങൾ, അതിപ്പോ കഴിഞ്ഞ വർഷത്തെ അല്ല, 2022, 23-ലെയോ 21, 22-ലെയോ, അത് കഴിഞ്ഞ, അതിന് പുറകിലുള്ള കഴിഞ്ഞ 5-6 വർഷത്തെ. കഴിഞ്ഞ വർഷം ബജറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഹിന്റ് ഞാൻ തന്നിരുന്നു. എനിക്ക് ഫേസ്ബുക്കിലൂടെയൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു, ഞാൻ വീഡിയോയും ചെയ്തു, ഞാൻ എഴുതുകയും ചെയ്തയാളാ. കഴിഞ്ഞ ബജറ്റിനകത്ത് കേന്ദ്ര സർക്കാർ വെറും 10 കോടി രൂപയെ സ്കോളർഷിപ്പിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളൂ. ന്യൂനപക്ഷ സ്കോളർഷിപ്പിന് വേണ്ടി ഇന്ത്യയിൽ മൊത്തം മാറ്റിവെച്ചേക്കുന്ന തുക 10 കോടി രൂപയാണ്. അതിനകത്ത് അവർ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയപ്പെടുന്നത്, ഈ സ്കോളർഷിപ്പ് പരിപാടി പതുക്കെ നിർത്തിക്കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ്. ഇത് അനർഹരേക്ക് എത്തുന്നു, അർഹരെ മാത്രം കണ്ടെത്താൻ വേണ്ടിയിട്ട് അവര് സാമ്പത്തിക സംവരണത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് നൽകിയൊരു സൂചന. നമ്മൾ ചോദിച്ചതിനൊക്കെ നമ്മൾ അന്വേഷിച്ച സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. പക്ഷെ അത് ആ വഴിക്ക് നീങ്ങുന്നു. അത് ഒരു അർഹമായ ഒരു വിഭാഗം നേടിയെടുത്തു എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്നതാണ്. അത് ആ കാര്യത്തിൽ ഗൗരവമായ തലത്തിൽ, ഗവൺമെന്റ് തലത്തിൽ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. അത് വേണ്ട രീതിയിൽ ഗവൺമെന്റ് ആ കാര്യത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കുക എന്നുള്ള ഒരു കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിനെ നമ്മൾ ആരും അനർഹമായ രീതിയിൽ അത് കൊണ്ടുപോകുന്നതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാനും പാടില്ല. പക്ഷെ ഇവിടെ JB കോശി കമ്മീഷന്റെ കാര്യത്തിൽ ഈ കമ്മീഷൻ റിപ്പോർട്ട് വൈകുന്നതിന്റെ പുറകിലുള്ള കാരണം, അതിലേക്കാണ് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത്. ഇപ്പം ചാക്കോസ് സാറും ബഹുമാനപ്പെട്ട സ്ലിബാച്ചനും ഒക്കെ പറഞ്ഞു വെച്ചു, ഇവിടെ ക്രൈസ്തവ സമൂഹത്തിന് ഇതിനൊക്കെ വരുന്നൊരു പരാജയം എവിടെയാണെന്ന് ചോദിച്ചാൽ, നിസ്സംഗത ബാധിച്ച് ഭയത്തിന്റെ അടിമത്തത്തിലേക്ക് ചെന്നുപെട്ട് ഞങ്ങളെ ഇതൊന്നും ബാധിക്കുന്നതല്ല എന്നൊരവസ്ഥയിലെത്തപ്പെട്ട്, ഇതൊക്കെ വേണ്ടി സമുദായത്തിന്റെ തലത്തിൽ നിന്ന്, സമുദായത്തിന്റെ കൂടെ നിന്ന് നിയമസഭയിലും അസംബ്ലിയിലും ഒക്കെ സ്വരമുയർത്താൻ പറ്റുന്ന നല്ല സമുദായ നേതാക്കന്മാരില്ലാത്ത ഒരവസ്ഥയും എല്ലാം കൂടെ രൂപപ്പെട്ടതിന്റെ പരിണിത ഫലമാണ് സംസ്ഥാന സർക്കാർ പോലും ഒരു പ്രബലമായ വിഭാഗത്തെ മൈൻഡ് ചെയ്യാത്ത തലത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നത്. അവിടെയാണ് ഒരു സമുദായത്തിന്റെ സംഘടിതമായ ഒരു മൂവ്മെന്റ് ഉണ്ടാകേണ്ട ഒരു ആവശ്യം വന്നിരിക്കുന്നത്. ക്രൈസ്തവ സമുദായം അവര് രാഷ്ട്രീയത്തിന്റെ പേരിലായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് ഡിനോമിനേഷനുകളുടെ പേരിലായിക്കോട്ടെ, മാറി നിൽക്കാതെ ക്രിസ്ത്യാനികൾ ഒന്നിച്ചു നിന്നുകൊണ്ട്, ക്രൈസ്തവ സമുദായം ഒന്നിച്ചു നിന്നുകൊണ്ട് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടാൻ പറ്റുന്ന ഒരു ശക്തിയാണെന്ന് തെളിയിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റണം. അവിടെ ശ്രീവാച്ചൻ പറഞ്ഞതിനകത്തൊരു വലിയ കാര്യം കിടപ്പുണ്ട്. നമുക്ക് ജയിക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് തോൽപ്പിക്കാൻ പറ്റുന്ന മണ്ഡലങ്ങൾ കേരളത്തിൽ ധാരാളമുണ്ട്. ജയിക്കാൻ പറ്റുന്നതും ഒന്നുമല്ല, ഇഷ്ടം പോലെ മണ്ഡലങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ തോൽപ്പിക്കാൻ പറ്റുന്ന, അപ്പൊ രാഷ്ട്രീയമായിട്ട് വിലപേശുന്ന ഒരു ശക്തിയായിട്ട് ക്രൈസ്തവ സമൂഹത്തെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റുന്നില്ല. അത് ഇടതാണേലും വലതാണേലും, അതിപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന മുന്നണിയാണേലും, അവർക്ക് രാഷ്ട്രീയമായിട്ട് സംഘടിതമായിട്ട് ഒരു വോട്ട് ബാങ്കായിട്ട് ക്രൈസ്തവ സമൂഹത്തെ കണ്ടെത്താൻ പറ്റാത്തതിന്റെ ഒരു ദൂഷ്യഫലമാണ് ഈ JB കോശി കമ്മീഷനിലൊക്കെ ഇതുപോലുള്ള മെല്ലപ്പോക്കുകൾ. അതേസമയം പാലോളി സച്ചർ കമ്മിറ്റി വന്നു കഴിഞ്ഞ് പാലോളി കമ്മിറ്റി ഒക്കെ വന്ന സ്പീഡ് എന്ന് പറയപ്പെടുന്ന സുനാമി വരുന്നതിനേക്കാൾ സ്പീഡിലാണ് വന്നത്. അത് പെട്ടെന്ന് വരുന്നു, ഇംപ്ലിമെന്റ് ചെയ്യുന്നു, അത് എക്സിക്യൂട്ടീവ്, ആ കാര്യങ്ങൾ അങ്ങ് പോവാണ്, പിന്നെ ഒഴുകി പോവുക. ഇവിടെ ഇത്രയുമായിട്ടും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണങ്ങളിൽ രണ്ടാണ് ഞാൻ പറഞ്ഞു. ഒന്ന് നിസ്സംഗതയും, 2 ഭയവുമാണ്. 3 നമ്മുടെ അവകാശങ്ങളെ പറ്റിയിട്ടും നമ്മുടെ നിയമങ്ങളെ പറ്റിയിട്ടും ബോധ്യമുള്ള ഒരു സമൂഹം നമ്മുടെ ഇടയിലില്ല. നമ്മുടെ അവകാശങ്ങൾ ഏതൊക്കെയാണ് ഹനിക്കപ്പെടുന്നത്, ഏതൊക്കെയാണ് ഇല്ലാതാക്കപ്പെടുന്നത്, ഏതൊക്കെയാണ് നമുക്ക് ബോധപൂർവം സർക്കാർ തടഞ്ഞു വെക്കുന്നത്, അതിന് ഞാൻ എന്ത് ചെയ്യണം, എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, എന്റെ സമുദായത്തിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അങ്ങനെ ചിന്തിക്കുന്ന സമുദായ അംഗങ്ങളും സമുദായത്തിന്റെ നേതൃത്വങ്ങളും നമുക്ക് ഇല്ലാതെ പോയി എന്നുള്ളത് വളരെ വേദനാജനകമാണ്. നമ്മുടെ സമുദായ സംഘടനകളുടെ നേതൃത്വത്തിന്റെ ചിന്താധാരയിലെ പോരായ്മകളും നമ്മൾ ഇതിനകത്തുണ്ട്. ആവശ്യമുള്ള സമയത്ത്, ആവശ്യഘട്ടങ്ങളിൽ അടിയന്തരമായി ഇടപെടാൻ ഒരിക്കലും പറ്റുന്നില്ല. എല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ, ശാന്തമായി കഴിയുമ്പോൾ, മഴ കഴിഞ്ഞ് പ്രളയം കഴിഞ്ഞ് എല്ലാം ശാന്തമായി കഴിഞ്ഞ് നിലം ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് അന്വേഷിച്ചാൽ ഇറങ്ങുന്ന ഒരു സമൂഹത്തെ പോലെ നമ്മുടെ നേതൃത്വങ്ങൾ എത്തപ്പെട്ടു തുടങ്ങി. അതും നമുക്ക് വലിയൊരു ദുരന്തകാലമാണ്. മറ്റൊന്ന്, പണ്ട് കാലത്ത് നമ്മുടെ മലയോര മേഖലയിലെ ഒരു ഉദാഹരണം ഞാൻ പറയാം.
കാർഷിക മേഖലയിലൊക്കെ ഇപ്പൊ മലയോര മേഖലകളിൽ പഴയ കുടിയേറ്റ ജനത നമ്മുടെ പൂർവികര് ഒരു തെങ്ങുതൈ കൊണ്ടുപോയി പറമ്പി വെച്ചു. അത് പിറ്റേ ദിവസം ആന പറിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ ആ ചേട്ടൻ ഇനി പോട്ടെ, ഞാൻ ഇനി മുടിഞ്ഞു പോട്ടെ, ഇത് ഇനി വെക്കുന്നില്ല എന്ന് പറഞ്ഞ് പിന്മാറുമല്ല ചെയ്യുന്നത്. പിറ്റേ ദിവസം അവിടെ വീണ്ടും അടുത്ത തെങ്ങുതൈ കൊണ്ടുപോയി വെക്കും. എന്നിട്ട് വീണ്ടും കൊണ്ടുപോയി വെള്ളം ഒഴിക്കും, അതിനേറ്റ് വേലി കിട്ടും, ആന കിടക്കാതിരിക്കാനുള്ള വഴി തേടും. അങ്ങനെ ഇന്ന് നിഷേധിക്കപ്പെടുന്ന അവകാശങ്ങൾക്ക് വേണ്ടി സ്വരമുയർത്തിയ ഒരു പ്രസ്താവന നടത്തി അത് കിട്ടില്ല എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ പിന്നോക്ക് പോകുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറി നമ്മുടെ പൂർവികരൊക്കെ കാർഷിക മേഖലയിൽ എങ്ങനെയാണോ വിജയിച്ചു നിന്നത്, ഇന്ന് ഈ മലബാറിന്റെ മേഖലകളിലേക്കും അല്ലെങ്കിൽ മധ്യ തിരുവിതാംകൂറിലേക്കും നമ്മുടെ മലയോര മേഖലയിലേക്ക് കാർഷിക മേഖലയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ വലിയ കൊന്നത്തെങ്ങുകളൊക്കെ കാണുമ്പോൾ നമ്മൾ നോക്കണം എങ്ങനെയാണ് അന്ന് ഈ കാട്ടുമൃഗങ്ങളുടെയും വന്യമൃഗങ്ങളുടെയും അതുപോലെയുള്ള ഈ ഉണക്കിന്റെയും ഇതുപോലെ മോട്ടറുകളൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിലും ഈ തെങ്ങിനൊന്നൊരു കോട്ടമില്ലാതെ നമ്മുടെ കാരണവന്മാര് വെച്ചുപിടിപ്പിച്ചുണ്ടാക്കിയെടുത്തത്. ആ ആർജവത്വം ഇന്ന് നമുക്ക് നിഷേധിക്കപ്പെടുന്ന നീതിയുടെ കാര്യത്തിലും നേടിയെടുക്കാൻ നമുക്കുണ്ടെങ്കിൽ, നമുക്ക് നിഷേധിക്കപ്പെടുന്ന അവകാശങ്ങൾക്ക് വേണ്ടി സ്വരമുയർത്താൻ നമുക്കുണ്ടെങ്കിൽ, ഒന്ന് ചോദിച്ചിട്ട് നടന്നില്ലെങ്കിൽ വീണ്ടും ചോദിക്കാനും അത് ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കാനും അത് കിട്ടുന്നത് വരെ യുദ്ധം ചെയ്യാനുമുള്ള ആർജവത്വം നമുക്കും നമ്മുടെ സമുദായ നേതൃത്വങ്ങൾക്കും ഉണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ക്രൈസ്തവ സമൂഹത്തെ ഒതുക്കി നിർത്താൻ, മാറ്റി നിർത്താൻ, ഒരു മൂലയ്ക്ക് കൊണ്ടുപോയി ഇരുത്താൻ ഒരു രാഷ്ട്രീയ പാർട്ടിയും തയ്യാറാവില്ല. നമ്മളെ കൂടെ പിടിച്ചു കൊണ്ടുപോകാൻ തയ്യാറാവും. ഇവിടെ അത് ആ കൂട്ടായ്മയും ആ സ്നേഹവും ആ ആർജവത്വവും ആ ധൈര്യവും ധീരതയും എല്ലാം ക്രൈസ്തവ സമൂഹത്തിനും സമുദായത്തിനും നഷ്ടപ്പെട്ടത് മനസ്സിലാക്കിയ നിമിഷം മുതലാണ് മറ്റുള്ളവർ ഈ ചാഞ്ഞു കിടക്കുന്ന മരത്തിന്റെ മേലെ കയറി നിൽക്കാൻ വേണ്ടി തുടങ്ങിയത്. അതെവിടെ നിന്നാണ് നമ്മൾ ആരംഭിക്കേണ്ടത് അവിടെ നിന്നാണ്. നമ്മൾ സംഘടിതമാകുന്നതിലൂടെ, സംഘടിതരാകുന്നതിൽ ഇതിപ്പോ ഇവിടെ മാത്രമല്ല, ഇപ്പൊ സുപ്രീം കോടതിയിൽ നടക്കുന്ന ദളിത് സംവരണ കേസിൽ രംഗനാഥ മിശ്ര കമ്മീഷനൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ പരിവർത്തിത മറ്റ് മതങ്ങളിൽ നിന്ന്, മതസമൂഹങ്ങളിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് വന്ന ആളുകൾക്ക് അവകാശങ്ങളും സംവരണവും നിഷേധിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന്, അത് ന്യായമല്ല എന്നും നീതിക്ക് നിരക്കാത്തതാണെന്ന് പറഞ്ഞു വെച്ചു. അതിനെതിരെ കേസ് നടക്കുമ്പോഴാണ് ഇപ്പോൾ കേസിൽ അവസാനം പിടിച്ചു നിൽക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ ഇന്ത്യയിലെ ക്രൈസ്തവ സമൂഹവും ഇസ്ലാം സമൂഹവും ഒക്കെ മറ്റേ വിദേശീയരാണ്, അവർ ഇന്ത്യക്കാരല്ല. അപ്പൊ ഇത് കേന്ദ്രത്തിലാണേലും കേരളത്തിലാണേലും എവിടെയാണേലും ക്രൈസ്തവര് ന്യൂനപക്ഷമാണ് വേദനിക്കുന്നത്, ക്രൈസ്തവ ജനതയാണ് പീഡിപ്പിക്കപ്പെടുന്നത്, ക്രൈസ്തവ ജനതയ്ക്കാണ് നീതി നിഷേധിക്കപ്പെടുന്നത്. ഭരണഘടന പറയുന്ന അവകാശങ്ങളെ നമ്മൾ ചോദിക്കുന്നുള്ളൂ, ഭരണഘടനയ്ക്ക് പുറത്തുള്ളതല്ല, അല്ലെങ്കിൽ കാനൻ ലോ പ്രകാരമുള്ളതല്ല, അല്ലെങ്കിൽ അമേരിക്കൻ ഭരണഘടന പ്രകാരമുള്ളതല്ല, UK ഭരണഘടന പ്രകാരമുള്ളതല്ല, ഇന്ത്യൻ ഭരണഘടന. നമ്മൾ ജനിച്ചു വീണ മണ്ണിലെ നമ്മുടെ കാരണവന്മാര് അധ്വാനിച്ചു മേടിച്ച സ്വാതന്ത്ര്യത്തിന്റെ ഫലമായി രൂപപ്പെട്ട ഈ സ്വതന്ത്ര രാഷ്ട്രത്തിന്റെ ഭരണഘടന ശില്പികൾ രൂപീകരിച്ച ഭരണഘടനാപരമായ അവകാശങ്ങളാണ് നമ്മൾ ചോദിക്കുന്നുള്ളൂ. ആ അവകാശങ്ങൾ ചോദിച്ചെടുക്കാൻ, അത് നേടിയെടുക്കാൻ ഇവിടെ ക്രൈസ്തവ സമൂഹം സംഘടിച്ചേ പറ്റൂ, ക്രൈസ്തവ സമൂഹം ഉണർന്നേ പറ്റൂ. നിസ്സംഗത വിടണം. അല്ലെങ്കിൽ ചാക്കോ സാറൊക്കെ പറഞ്ഞതുപോലെ കിട്ടുന്നത് മാരിപ്പറക്കി എടുത്തുകൊണ്ട് ബാങ്കിൽ കൊണ്ടുപോയി വസ്തു എല്ലാം കൊണ്ട് പണയപ്പെടുത്തിക്കൊണ്ട് കിടപ്പാടം പണയപ്പെടുത്തി ഈ ലോണും എടുത്ത് നാട്ടിൽ നിന്ന് രക്ഷപ്പെടാനായിരിക്കും നമ്മുടെ അടുത്ത തലമുറ ശ്രമിക്കുക. അതിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ഇവിടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഒരു സമൂഹം, നേതൃത്വം രൂപപ്പെട്ടേ പറ്റൂ. അതിന് സംഘടിതമായ ഒരു നീക്കം ആവശ്യമാണ്. ഒപ്പം ശ്രീ ജസ്റ്റിൻ പള്ളിവാതിൽക്കൽ മറ്റൊരു കാര്യം കൂടി, നമ്മുടെ അടുത്ത തലമുറ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ജസ്റ്റിസ് JB കോശി കമ്മീഷൻ എന്താണ്, ആ ഒരു കമ്മീഷൻ എന്താണ്, നമ്മുടെ ഒരു ഇടവകളിലെ യൂത്തിനോട് അല്ലെങ്കിൽ അടുത്തൊരു തലമുറയോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, അല്പം മുതിർന്നവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 1% പേർക്ക് പോലും അറിയാൻ സാധ്യതയില്ല. ഇപ്പോൾ ജസ്റ്റിൻ സാറിനെ പോലെ, ചാക്കോ സാറിനെ പോലെ, അച്ഛനെ പോലെയൊക്കെ ഈ സമുദായ നേതൃത്വത്തിൽ അല്ലെങ്കിൽ സംഘടനാ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നവർ ഒഴികെ 1% പേർക്ക് പോലും അറിയാനുള്ള സാധ്യത വളരെ വിരളമാണ്. അപ്പോൾ ഈ അറിവില്ലായ്മ വലിയൊരു ഫാക്ടർ അല്ലേ? സ്വന്തം സമുദായത്തെക്കുറിച്ച് അല്ലെങ്കിൽ സ്വന്തം നിലനിൽപ്പിനെ കുറിച്ച് വളരെ ആത്യന്തികമായി അല്ലെങ്കിൽ വളരെ പ്രാധാന്യത്തോടെ അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളെക്കുറിച്ചും നമ്മുടെ അടുത്ത ഒരു തലമുറയ്ക്ക് അറിവില്ല എന്ന് പറയുന്നത് വളരെയധികം പരിതാപകരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ തന്നെയല്ലേ അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിൽക്കൽ? തീർച്ചയായിട്ടും ജോർജ്, നല്ല ചോദ്യമാണ്. അതായത് 1% പോലും ഉണ്ടോ എന്ന് നമുക്ക് തോന്നുന്നില്ല. ഈ കോശി കമ്മീഷന്റെ റിപ്പോർട്ട് രൂപീകരണവുമായി ബന്ധപ്പെട്ട് യുവജന സംഘടനകളൊക്കെ വളരെ ശക്തമായിട്ട് മുന്നോട്ട് വന്നിരുന്നു. അവര് പലരും അത് ഈ ഡാറ്റകൾ കളക്ട് ചെയ്യാനും അതിനു വേണ്ടുന്ന സർവേകൾ നടത്താനും ഒക്കെ റെഡി ആയിട്ട് വന്നു. പക്ഷെ എങ്കിൽ പോലും അവരിൽ എത്ര പേർക്ക്, ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു രൂപതയിലെ ഒരു ഫൊറോനയില് യൂത്തിന് ക്ലാസ് എടുക്കാൻ വേണ്ടി ചെന്നു. അപ്പൊ എന്നെ പരിചയപ്പെടുത്തിയ ഒരു അച്ഛൻ, അവിടുത്തെ ഡയറക്ടർ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, ഇത് 80:20 ന്യൂനപക്ഷ കേസ്
നമുക്ക് 20% പോലും ഇല്ലാതിരുന്ന അവകാശത്തെ, സ്കോളർഷിപ്പ് ആനുകൂല്യത്തെ 41% മേടിച്ചു തരാൻ വേണ്ടി പെറ്റീഷനായിട്ട് കോടതിയിൽ പോയ ആളാണ് എന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് അച്ഛനങ്ങ് പറഞ്ഞു. നല്ലൊരു കയ്യടിയൊക്കെ കിട്ടി. അതൊക്കെ കഴിഞ്ഞ് ഈ ചോദ്യോത്തര എന്റെ ക്ലാസ്സിന്റെ ശേഷം ഒരു ചോദ്യോത്തര സെഷൻ ഉണ്ട്. ആ സമയത്ത് ആദ്യമായിട്ട് എന്നോട് ഒരു കൊച്ചു എഴുന്നേറ്റ് ചോദിച്ച ചോദ്യം, സാറേ എന്താണ് 80:20 എന്നാ ചോദിച്ചത്. അപ്പോ ഇത് ഇത്രയും ഇതുപോലെ എത്രയോ മാധ്യമങ്ങൾ ചർച്ച ചെയ്തു. ഈ ഷക്കീനെ തന്നെ എത്രയോ നാളുകളായിട്ട് ചർച്ച ചെയ്യുന്നു. ഇത് നമ്മുടെ സമൂഹത്തിലേക്ക് എത്തപ്പെടുന്നില്ല. ഒന്ന്. രണ്ട്, നമ്മുടെ യുവജനങ്ങൾ ആരും ഇങ്ങനെയുള്ള ഇഷ്യൂവിനെ സംബന്ധിച്ചിട്ട് ബോധയുടെയല്ല. മൂന്ന്, ഈ യുവജനങ്ങളിലേക്കും കുഞ്ഞുങ്ങളിലേക്കും സമുദായം നേരിടുന്ന വെല്ലുവിളികള്, സമുദായത്തിന്റെ അവകാശങ്ങള്, സമുദായത്തിന്റെ ഭരണഘടനാപരമായ സംരക്ഷണം, ഇതൊക്കെ എത്തിച്ചു കൊടുക്കുന്നതിൽ നമ്മളൊരു ടോട്ടൽ പരാജയമാണ്. അതേസമയം മറ്റു പല സമുദായങ്ങളും ആ കാര്യത്തിൽ വൻ വിജയമാണ്. ന്യൂനപക്ഷങ്ങൾക്കുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റിന്റെ ഒത്തിരി ആർട്ടിക്കിളൊന്നുമില്ല, ആകപ്പാടെ 4-5 ആർട്ടിക്കിൾ പ്രകാരമുള്ള സംരക്ഷണം നമുക്ക് ലഭിക്കുന്നത്. അതെന്താണ്, അതിലൂടെ നമുക്ക് എന്തൊക്കെ ലഭിക്കുന്നെന്ന് ചോദിച്ചാൽ പോലും പറയാൻ കഴിവില്ലാത്തൊരു തലമുറയാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. രണ്ട്, യാതൊരു ഇതിനെപ്പറ്റിയൊന്നും ബോധമില്ല. കാരണം ജനിച്ചു വീഴുമ്പോൾ തൊള്ള അവര് ചിന്തിക്കുന്നത് എന്താണെന്നറിയോ, എങ്ങനെയായാലും ഇവിടുന്ന് ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് ഇവിടുന്ന് പോകണം, എങ്ങനെയാലും യൂറോപ്പിൽ ചെന്ന് പോകണം, അമേരിക്കയിൽ ചെന്ന് പോകണം. ആ ഒരു ചിന്തയിൽ നമ്മൾ ജനിച്ചു വീണ മണ്ണിൽ എന്ത് സംഭവിച്ചാലും, നമ്മുടെ ഭരണഘടനയ്ക്ക് എന്ത് സംഭവിച്ചാലും, നമ്മുടെ സമുദായത്തിന് എന്ത് സംഭവിച്ചാലും ഞങ്ങൾക്ക് ഇതൊന്നും ബാധിക്കുന്ന പ്രശ്നമല്ല. ഇവിടെ കാർഷിക മേഖല തകർന്നാൽ എന്താ കുഴപ്പം? ഒരാളെ ആന പിടിച്ചുകൊണ്ട് പോയ എന്നാ കുഴപ്പം? ആന നാളെ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലോ എറണാകുളം റെയിൽവേ സ്റ്റേഷനിലോ വന്ന് ടിക്കറ്റ് എടുത്തുകൊണ്ട് പോയാൽ എന്താ പ്രശ്നം? ഇതൊന്നും നമ്മുടെ കുഞ്ഞുങ്ങളെ ബാധിക്കുന്ന കേസല്ല. നമ്മുടെ സമുദായം അതിനെപ്പറ്റി, നമ്മുടെ തലമുറ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. അതിന് കാരണക്കാർ നമ്മൾ മാത്രമാണ്. കാരണം അവര് ജനിച്ചു വീണ മണ്ണിനെ പറ്റിയിട്ടോ, അവരുടെ കാരണവന്മാർ അധ്വാനിച്ചതിനെ പറ്റിയിട്ടോ, അവർക്ക് ഈ മണ്ണിൽ ജീവിക്കാൻ ലഭിക്കുന്ന അവകാശങ്ങളെ പറ്റിയിട്ടോ, അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളെ പറ്റിയിട്ടോ, അവർക്ക് നിഷേധിക്കപ്പെടുന്ന നീതിയെ പറ്റിയിട്ടോ നമ്മുടെ യുവജനങ്ങളോടും നമ്മുടെ അടുത്ത തലമുറയോടും ബോധപൂർവം വേണ്ട രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ ഞാനും ചാക്കോ സാറും അച്ഛനും ജോർജിയൊക്കെ അടക്കപ്പെടുന്ന സമൂഹം പരാജയപ്പെട്ടതിന്റെ ഫലമാണ് ഈ കാര്യത്തിൽ നമ്മുടെ അടുത്ത തലമുറ ഒരു ചിന്തയുമില്ലാതെ വളർന്നു വരുന്നത്. സ്വന്തം ദേഹത്തേക്ക് വേദന വരുമ്പോൾ മാത്രമേ ഉള്ളൂ ഇവർ അന്വേഷിച്ച് വരുള്ളൂ. അല്ലാത്ത ഒരു കാര്യവും ഒരു കാലത്തും ഇവർ അന്വേഷിച്ച് വരത്തില്ല, ഒരു കാര്യത്തിന് വേണ്ടിയും വരത്തില്ല എന്നുള്ള കാര്യം വസ്തുതയാണ്. ഫാദർ സ്കോട്ട് സ്ലീവ, നേരത്തെ ജസ്റ്റിൻ വക്കീൽ പറഞ്ഞു, പ്രത്യേകിച്ച് ഈ അറിവില്ലായ്മ, നിസ്സംഗത, അതൊക്കെ നാം ചർച്ച ചെയ്തു. മറ്റൊരു ആസ്പെക്ട് കൂടിയുണ്ട്. നേരത്തെ ശ്രീ ജസ്റ്റിൻ പള്ളിവാതിക്കൽ പറഞ്ഞതുപോലെ JB കൊച്ചി കമ്മീഷൻ റിപ്പോർട്ട് ഈ ന്യൂനപക്ഷ ഫണ്ടുമായി ബന്ധപ്പെട്ട് മാത്രമല്ല വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു. നമുക്കറിയാം, പ്രത്യേകിച്ച് ദളിതരുടെ വിഷയങ്ങൾ, പരിവർത്തിത ക്രിസ്ത്യാനികൾ നേരിടുന്ന വിഷയങ്ങൾ, മലയോര കർഷകരുടെ വിഷയങ്ങൾ, തീരദേശ മേഖലയിലുള്ളവരുടെ വിഷയങ്ങൾ. ഈ ഒരു യൂണിറ്റി അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമല്ലേ ഫാദർ സ്കോട്ട് സ്ലീവ? പ്രത്യേകിച്ച് ഈ മലയോര കർഷകരുടെ ഒരു വിഷയം വരുമ്പോൾ അത് അവരുടെ പ്രശ്നമല്ലേ, എന്നെ ബാധിക്കില്ലല്ലോ. ഇപ്പോൾ തീരദേശ മേഖലയിൽ ഒരു പ്രശ്നം വരുമ്പോൾ അത് അവരുടെ പ്രശ്നമല്ലേ, എന്നെ ബാധിക്കില്ലല്ലോ. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ ദളിത് വിഭാഗത്തിൽപ്പെട്ടവരുടെ ഒരു പ്രശ്നം അത് അവരുടെ പ്രശ്നമല്ലേ, അത് എന്നെ ബാധിക്കില്ലല്ലോ. പക്ഷെ ഒരു സമഗ്രമായ ഒരു കാഴ്ചപ്പാടോടുകൂടി ഒരു ക്രിസ്ത്യാനിക്ക് ഒരു പ്രശ്നമുണ്ടായാൽ അത് എന്റെ കൂടി പ്രശ്നമാണ്. അത് മലയോര മേഖലയായിക്കോട്ടെ, തീരദേശ മേഖലയായിക്കോട്ടെ, അത് ഏത് മേഖലയിൽപ്പെട്ടവരുടെ പ്രശ്നമായിക്കോട്ടെ, പക്ഷെ അത് ക്രൈസ്തവ സമുദായത്തിന്റെ ഒരു പ്രശ്നമാണ് എന്ന ചിന്താഗതി നമുക്ക് നഷ്ടപ്പെടുന്നതിന്റെ ഒരു അടിസ്ഥാനത്തിലല്ലേ ഇത്തരത്തിലുള്ള അവഹേളനങ്ങൾ അല്ലെങ്കിൽ അവഗണനകൾ, നീതി നിഷേധങ്ങൾ, പക്ഷപാതപരമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടികളൊക്കെ ക്രൈസ്തവ സമുദായത്തിന്, കേരളത്തിലെ ക്രിസ്ത്യൻ സമുദായത്തിന് നേരിടേണ്ടി വരുന്നത് ഫാദർ സ്കോട്ട് സ്ലീവ? തീർച്ചയായിട്ടും ഈ പറയുന്നത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ഈ നമ്മൾ വിഴിഞ്ഞം സംഭവവുമായി ബന്ധപ്പെടുത്തി നോക്കിയാൽ, വിഴിഞ്ഞത്തെ പ്രശ്നം എന്തുകൊണ്ട് പൊതുസമൂഹത്തിന്റെ മുൻപിൽ ക്രിസ്ത്യാനികളല്ല തീരദേശത്തിന്റെ മുഴുവൻ പ്രശ്നമാണ് എന്നുള്ള രീതിയിലേക്ക് ആ ഒരു ചിന്ത മാറിയത് അവരത്രമാത്രം ഒരുമിച്ച് നിന്ന് സമരം ചെയ്തതുകൊണ്ട്. അവിടെ ക്രിസ്ത്യാനികൾക്കാണ് മുൻതൂക്കമെങ്കിലും അവർ ഒരുമിച്ച് നിന്നു, ഐക്യത്തോടുകൂടെ ഒരുമിച്ച് നിന്നു. എന്ത് വന്നാലും മാറിക്കൊടുക്കുകയില്ല എന്നുള്ള ചിന്തയോടുകൂടെ അവർ ഒരുമിച്ച് നിന്നപ്പോഴാണ് കേരളത്തിന്റെ മറ്റു പ്രദേശങ്ങളുടെ വിഴിഞ്ഞം സംഭവം ഒരു ചർച്ചയാകാൻ തുടങ്ങിയത് പോലും. ഇപ്പൊ മലയോര നാട്ടിൽ ഒരു പ്രശ്നം വന്നാൽ അത് മലയോര നാട്ടിൽ 1-2 സമരമോ അതോടെ കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് മലയോര കർഷകരുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ആർക്കും വലിയ താല്പര്യമില്ലാത്ത രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ക്രിസ്ത്യാനിക്ക് ഒരു സ്വത്വബോധം വീണ്ടെടുക്കേണ്ട കാലഘട്ടം അതിക്രമിച്ചു കഴിഞ്ഞു. ക്രിസ്ത്യാനിക്ക് ഇന്നും ഇല്ലാത്തത് ഈ സ്വത്വബോധമാണ്. ഇവിടെ വിവിധ തരങ്ങളുള്ള ഡിനോമിനേഷൻസ് ഉണ്ട്, നമ്മൾ തീർച്ചയായിട്ടും സമ്മതിക്കുന്നു. കാത്തലിക്സ്, മറ്റ് നോൺ കാത്തലിക്സ് ആയിട്ടുള്ളവർ, യാക്കോബൈറ്റ്സ്, ഓർത്തഡോക്സ് എല്ലാവരും ഉണ്ട്. പക്ഷേ
ഇത് അടിസ്ഥാനപരമായിട്ട് ഇവർ ഒരുമിച്ച് നിൽക്കുന്നത് എവിടെയാ സത്യത്തിൽ? ഒരു വിശ്വാസ കാര്യങ്ങൾ വന്നാൽ ഒരുമിച്ച് നിൽക്കാറുണ്ടോ? ഇവിടെ കുരിശിനെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മത ചിന്തകളെ ഉണർത്തുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു രീതിയിൽ ഉള്ള തിരുശേഷിപ്പുകളൊക്കെ അവഹേളിച്ചാൽ അത് കത്തോലിക്കരുടെ വിഷയമായിട്ട് മാറി. ഇങ്ങനെ ഒരു ഡിനോമിനേഷന് ഒരു സ്പ്ലിറ്റ് വന്ന് തുടങ്ങിയപ്പോൾ മുതലാണ് ഇവിടെ ക്രിസ്ത്യാനികൾക്ക് ഐക്യമില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോയപ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ തുടങ്ങി. അതേസമയം കേരളത്തിലെ ഞങ്ങൾക്ക് അവകാശപ്പെട്ട അല്ലെ ഇന്ത്യയിൽ ജീവിക്കുന്ന ക്രിസ്ത്യാനികൾക്ക് അവകാശപ്പെട്ട ഭരണഘടന നൽകുന്ന ആനുകൂല്യങ്ങൾ ഞങ്ങൾക്ക് വേണമെന്നുള്ള രീതിയിലേക്ക് സഭയുടെ ആത്മീയ നേതൃത്വം ഒരുമിച്ച് നിന്ന് പ്രതികരിക്കാൻ തുടങ്ങുകയാണെങ്കിൽ കാര്യങ്ങൾ മാറും. അത് മാറാത്തത് എന്തുകൊണ്ടാണ്? നമുക്ക് ഈ ഐക്യം നഷ്ടപ്പെട്ടു പോയി. നമ്മുടെ ഐക്യം നഷ്ടപ്പെടും. ഒരു സമയത്ത് നമ്മുടെയൊക്കെ പൂർവികർക്ക് മുലപ്പാലിന്റെ കൂടെ പറഞ്ഞു കൊടുക്കുന്ന നീ നസ്രാണിയാന്നുള്ള ഒരു ജാതീയ ബോധം എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് ഒരു സ്വത്വബോധം ഉയർത്തുന്ന രീതിയിലേക്ക് മുലപ്പാലിന്റെ കൂടെ തന്നെ കൈമാറ്റം ചെയ്യപ്പെട്ടതായിരുന്നു നമ്മുടെ വിശ്വാസവും നമ്മുടെ സമുദായ സ്നേഹവും. ആ സമുദായ സ്നേഹം ഇന്ന് നഷ്ടപ്പെട്ടു പോയി. നമ്മൾ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളോടും അടുത്ത തലമുറയോടും എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോകണം, എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോയി രക്ഷപ്പെടണം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ തന്നെ ചില ചിന്താധാരകൾ അവരുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുത്തു. ഇപ്പൊ യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വീടുകളിൽ നിന്ന് അവർക്ക് പ്രഷറാണ്. പഠിച്ചു കഴിഞ്ഞ് പോവുക അതിനപ്പുറത്തേക്കൊന്നുമില്ല. അവർക്ക് അവരുടെ സമുദായം എങ്ങനെയാകുമെന്നോ സമുദായത്തിന്റെ മുൻപോട്ടുള്ള ഗതികൾ എന്തോ ആണെന്നോ അവർക്കൊരു വിഷയമുള്ള കാര്യമേ അല്ല. പിന്നെ ഈ നിസ്സംഗതയെക്കുറിച്ച് വളരെ വ്യക്തമാണ്. നമുക്ക് പ്രതികരിക്കാൻ പേടിയാ, നമുക്ക് പറയുവാൻ പേടിയാ. നാളെ അതിനുശേഷം വരുന്ന കേസുകൾ, അതിനുശേഷം വരുന്ന മറ്റു ബുദ്ധിമുട്ടുകളെയൊക്കെ ഭയന്നുകൊണ്ടാണ് നമ്മുടെ നേതൃത്വം പോലും, നമ്മുടെ ആത്മീയ നേതൃത്വവും നമ്മുടെ ആത്മായ നേതൃത്വം ഒക്കെ ഭയക്കുന്നത് അത് തന്നെയാണ്. എങ്ങനെ ഞാൻ ഈ നാട്ടിൽ ജീവിക്കും? പ്രബലമായ ഒരാളുടെ നേരെ നോക്കി എങ്ങനെ ഞാൻ പ്രതികരിക്കും എന്നുള്ളൊരു ചിന്ത. അതേസമയം ദാവീദ് 5 കല്ലും കവണയുമായി ചെന്നതുപോലെ അവൻ നോക്കിയത് തന്റെ കൂടെ ദൈവമുണ്ടെന്നുള്ള ബോധ്യത്തോടുകൂടെ പ്രതികരിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ സമൂഹം മാറണം. നമ്മൾ നോക്കേണ്ടത് അവരുടെ കരുത്തല്ല, നമ്മുടെ കരുത്ത്. നമുക്ക് എതിരെ നിൽക്കുന്ന ആളിന്റെ കരുത്തല്ല നോക്കണ്ടേ. എന്റെ ആത്മബലത്തോടുകൂടെ ഞാൻ വരികയാണെങ്കിൽ ഞാൻ നേരിടുമെന്നുള്ള ചിന്തയോടുകൂടെ അതിന് ഈടി വന്നോട്ടെ, കസ്റ്റംസ് വന്നോട്ടെ, ഏത് ഓഫീസുകളിൽ കയറി ഇറങ്ങി പരിശോധന നടത്തിയാലും ഞങ്ങളുടെ ഭാഗം ക്ലിയർ ആണെന്നുള്ള രീതിയിലേക്ക് നമ്മളുടെ നേതൃത്വവും നമ്മളും പഠിപ്പിച്ച് അടുത്ത തലമുറയ്ക്ക് ഒരു ബോധ്യം കൊടുത്തില്ലെങ്കിൽ ഇതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. അത്തരത്തിലേക്ക് ഒരു ഐക്യം, ഒരു സ്വത്വബോധം വീണ്ടെടുത്തെങ്കിലേ ഈ കേരളത്തിലെ നസ്രാണികൾക്ക് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് എൻ്റെ ഒരു ചിന്ത. ഒപ്പം തന്നെ ഫാദർ സ്കോട്ട് സ്ലീബ, നേരത്തെ ഈ യുവജനങ്ങളുടെ ഒരു കാര്യം ശ്രീ ജസ്റ്റിൻ പള്ളിവാതിക്കൽ വളരെ വ്യക്തമായി തന്നെ അത് പറയുകയുണ്ടായി. നമ്മുടെ ഒരു അടുത്ത തലമുറയാണ് ഇനി ഇവിടുത്തെ ക്രൈസ്തവ സമുദായത്തിന്റെ ഒരു ഭാവി നിർണയിക്കുന്നത്. അവരെ കുറെ കൂടി ഒരു സമുദായ ഒരു ബോധത്തിലേക്ക്, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു അവബോധം നമ്മുടെ ഇടവകളിൽ, പലപ്പോഴും നമ്മുടെ ഇടവകളിൽ സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ പലപ്പോഴും അത്തരത്തിൽ നടക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ നമുക്ക് സംശയമാണ്. എന്തെങ്കിലും ആഘോഷങ്ങൾ വരുമ്പോൾ ഒരുമിച്ച് കൂടുന്നു, അതുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടായ്മ രൂപവൽക്കരിക്കുന്നു, അതൊക്കെ വളരെ നല്ലതാണ്. പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് നാം പോകേണ്ടതില്ല. പ്രത്യേകിച്ച് സൺഡേസിലൊക്കെ നമ്മുടെ യുവജനങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ അവരെ ഇതിനെക്കുറിച്ച് ബോധവൽക്കരിക്കുക, നമ്മുടെ അവകാശങ്ങളെ കുറിച്ച്. നാം ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന കറണ്ട് ആയിട്ടുള്ള ഒരു ക്രൈസിസ്, പലരും അപ്ഡേറ്റഡ് അല്ല. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച JB കോച്ചി കമ്മീഷൻ ആയിക്കോട്ടെ, 80-20 പലരും അപ്ഡേറ്റഡ് അല്ല. അപ്പൊ ഇത്തരത്തിലുള്ള സെൽ ഗ്രൂപ്പുകൾ, കോർ ഗ്രൂപ്പുകളൊക്കെ രൂപവൽക്കരിച്ച് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കൂടി നമ്മുടെ യുവജന സംഘടനകൾ പോകേണ്ട ഒരു കാലം അതിക്രമിച്ചില്ലേ ഫാദർ സ്കോട്ട് സ്ലീബ? തീർച്ചയായിട്ടും നമ്മുടെ യുവജന സംഘടനകൾ, ക്രിസ്തീയ യുവജന സംഘങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോണിന്റെ അപ്ഡേഷൻസുകളാണ്, ഗെയിമുകളാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ യുവജനങ്ങൾ ചർച്ച ചെയ്യുന്നത്. അതിലുപരിയായിട്ട് നമ്മുടെ എത്ര യുവജനങ്ങൾ സത്യസന്ധമായിട്ട് ഒരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയും. നിങ്ങളിൽ എത്ര പേര് ഇന്ന് പേപ്പർ വായിച്ചെന്ന് ചോദിച്ചാൽ നമ്മുടെ എത്ര യുവജനങ്ങൾ പേപ്പർ പോലും വായിക്കുന്നുണ്ട്? ഏറ്റവും നമുക്ക് അടിസ്ഥാനപരമായിട്ട് നമുക്ക് ആധുനികമായിട്ടുള്ള അല്ലെ അനുദിനങ്ങൾ വിശേഷണങ്ങൾ എല്ലാം അറിയാനും നമുക്ക് കുറെയൊക്കെ പ്രതികരണ മനോഭാവത്തിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും നമ്മൾ പത്രമായനെ. അതുപോലെ നമ്മുടെ യുവജനങ്ങൾ നടത്തുന്നില്ല. നമ്മുടെ യുവജനങ്ങൾ ഈ ആഘോഷങ്ങൾക്ക് അപ്പുറത്തേക്കും ആരവങ്ങൾക്ക് അപ്പുറത്തേക്കും കറണ്ട് റിയാലിറ്റിയിലോട്ട് നമ്മുടെ യുവജനങ്ങൾ വരാത്തിടത്തോളം കാലം ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കും. പക്ഷേ നമ്മൾ ഒരിക്കൽ പോലും നമ്മുടെ യുവജനങ്ങളെ കൂട്ടിച്ചേർത്തിരുത്തിക്കൊണ്ട് നീ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണ്, നിന്റെ സമുദായം ഇതാണ്, ഈ സമുദായം നേരിടുന്ന പ്രശ്നങ്ങൾ ഇതാണെന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. നമ്മൾ പറഞ്ഞു കൊടുത്താൽ, ക്രിസ്ത്യാനികൾ അനുഭവിക്കുന്ന പ്രശ്നം ഇതാണെന്ന് പറഞ്ഞു കൊടുത്താൽ നമ്മുടെ നേരെ അവര് പറയുന്നത് അച്ഛൻ വർഗീയത പറഞ്ഞു, അച്ഛൻ അല്ലെ വർഗീയ ചിന്താഗതികൾ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുക, അച്ഛൻ പിള്ളേരെ കൊണ്ട് നടന്ന് കൊലക്കി കൊടുക്കരുത്. ഇങ്ങനെയുള്ള കമന്റ്സ് നമ്മുടെ മുതിർന്നവർ വരികയാണ്.
നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഇതേ കമന്റ്സ് വരികയാണ്. നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ നമ്മുടെ യുവജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതാണ്, പ്രതികരിക്കണമെന്ന് ഒരു യുവാവിനോട് ഒരു യുവതിയോട് പറഞ്ഞ് അവനൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ അതിന് താഴെ നെഗറ്റീവ് കമന്റ്സുമായിട്ട് നമ്മുടെ ആളുകളെ വരുന്നത്. പിന്നെ അവൻ എങ്ങനെ ഇടും? നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ പറഞ്ഞു വർഗീയവാദിയാണ്, അച്ഛൻ പറഞ്ഞു വർഗീയതയാണ്, അച്ഛൻ പറഞ്ഞു വർഗീയതയാണ്. ഇങ്ങനെ യുവജനങ്ങളുടെ ഉള്ളിലേക്ക് ആരൊക്കെയോ ഒരു നെഗറ്റീവ് ഇംപ്രഷൻ നമ്മുടെ സമുദായത്തെ കുറിച്ച് പറഞ്ഞാൽ, നമുക്ക് അവകാശപ്പെട്ടതിനെ കുറിച്ച് പറഞ്ഞാൽ അത് വർഗീയതയാണെന്നുള്ള ഒരു മനോഭാവത്തിലേക്ക് നമ്മുടെ യുവതയെ ഇവിടുത്തെ കറന്റ് പൊളിറ്റീഷ്യൻസ് എത്തിച്ചിട്ടുണ്ട്. അതാണ് സത്യം. നമുക്ക് രാഷ്ട്രീയ ചർച്ചകൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് നഷ്ടമായി. നമുക്ക് പണ്ട് പള്ളികളിൽ പള്ളിമുറ്റത്ത് വന്നിരുന്നാൽ അവർ രാഷ്ട്രീയം പറയുമായിരുന്നു, അവർ സഭാ സമുദായ സ്നേഹത്തെക്കുറിച്ച് പറയുന്നു, കുടുംബത്തിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് പറയുമായിരുന്നു, അവരെ നിയന്ത്രിക്കാൻ അവരുടെ കൂടെ മുതിർന്ന ആളുകൾ ഉണ്ടായിരുന്നു. ഇന്ന് നമുക്ക് രാഷ്ട്രീയം പറയാനും നമ്മുടെ സമുദായത്തെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പറയാനും പേടി. ആ പേടി രൂപപ്പെടുത്തിയത് നമ്മുടെ ആത്മീയ നേതൃത്വമോ നമ്മുടെ സമുദായമോ അല്ല, പക്ഷെ ഇവിടുത്തെ പ്രബലമാകുന്ന ഒരു സമുദായം ആ ഒരു പേടിയെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു എന്നുള്ളതാണ് സത്യം. നമ്മൾ അവരെ പേടിക്കേണ്ടതല്ല, പക്ഷെ അവരെ പേടിക്കണമെന്നുള്ള ഒരു പൊതുബോധത്തിലേക്ക് നമ്മളെ അവരെത്തിച്ചു എന്നതാണ് സത്യം. നമ്മൾ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് ആളുകളോട് സംസാരിക്കണം. വളരെ വ്യക്തമായി തന്നെ ഫാദർ സ്കോട്ട് സ്ലീബ അവതരിപ്പിച്ചു. ഡോക്ടർ ചാക്കോ കളമ്പറമ്പിൽ, നമ്മുടെ ഈ ചർച്ചയുടെ ഏറ്റവും ലാസ്റ്റ് പോയിന്റിലേക്ക് വരുമ്പോൾ നാം എത്തി നിൽക്കുന്ന രണ്ട് ഫാക്ടറാണ്. ഒന്ന് ഈ യൂണിറ്റി, ഒപ്പം തന്നെ ഈ സമുദായ ബോധം. നമുക്കറിയാം കേരളത്തിലെ സിറോ മലബാർ സഭയുണ്ട്, മലങ്കര സഭയുണ്ട്, ലത്തീൻ സഭയുണ്ട്. ലത്തീൻ സഭയിൽ KRLCC, KRLCBC പോലുള്ള സംവിധാനങ്ങൾ, മെത്രാന്മാരുടെ ഒരു കൂട്ടായ്മ. സിറോ മലബാർ സഭയിലാണെങ്കിൽ സിറോ മലബാർ സിനഡ് ഉണ്ട്, മലങ്കര സഭയിൽ മലങ്കര സഭാപിതാക്കന്മാരുടെ സിനഡ് ഉണ്ട്. ഇനി 3 റീത്തുകളും ഒരുമിച്ച് KCBC മെത്രാന്മാരുടെ സമ്മേളനമുണ്ട്. ഒപ്പം തന്നെ നാം ചിന്തിക്കേണ്ട മറ്റൊരു ഫാക്ടർ, ഈ നേരത്തെ അച്ഛൻ പറഞ്ഞതുപോലെ ഓർത്തഡോക്സ്, യാക്കോബായ, മാർത്തോമ പോലുള്ള ഇതര ക്രൈസ്തവ സഭാ വിഭാഗങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചുള്ള ഒരു കൂട്ടായ്മ, ഇന്റർ ചർച്ച് കൗൺസിലൊക്കെ ഉണ്ട്. പക്ഷേ ഈ മാറുന്ന സാഹചര്യത്തിൽ നമ്മുടെ ആത്മീയ നേതൃത്വം, സമുദായ നേതൃത്വം, സഭാ നേതൃത്വം ഈ റീത്തുകൾക്ക് ഭേദമന്യേ, ഈ ക്രൈസ്തവ സഭാ വ്യത്യാസമന്യേ ഉള്ള ഈ ഒരു കൂട്ടായ്മയ്ക്ക്, അല്ലെങ്കിൽ അവർ ഒന്നിച്ചു നിന്ന് പോരാടുന്ന, ഏക ലക്ഷ്യത്തോടെ പോരാടുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കുറെ കൂടി ഉയരേണ്ട ഒരു കാലമല്ലേ ഡോക്ടർ ചാക്കോ കളമ്പറമ്പിൽ? ജോർഡി, നമുക്ക് സഭയ്ക്ക് സ്വാഭാവികമായിട്ടും വ്യത്യസ്ത സഭാവിഭാഗങ്ങൾ, വ്യത്യസ്ത ഡിനോമിനേഷൻ അതിൻ്റെതായിട്ടുള്ള തനിമകളുണ്ട്. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത സഭകളുണ്ട്. പക്ഷെ കേരളത്തിൽ സമുദായം എന്ന് പറയുന്നത് ഒന്നേ ഉണ്ടാകാവൂ. പ്രത്യേകിച്ച് ഞാൻ ഉദ്ദേശിക്കുന്നത് ക്രിസ്ത്യാനികളുടെ ഇടയിൽ സമുദായം എന്ന് പറയുന്നത് ക്രൈസ്തവ സമുദായം എന്നൊരൊറ്റ സമുദായമേ ഉണ്ടാകാവൂ. ഞാൻ ഓർക്കുകയായിരുന്നു, നമ്മുടെ പണ്ട് കാലഘട്ടങ്ങളില് ഇടവക സമൂഹത്തിലെ വൈദികര് അത് കേവലം ഭക്താനുഷ്ഠാനങ്ങൾക്കപ്പുറത്തേക്ക്, അല്ലെ വിശുദ്ധ കുർബാന അർപ്പണത്തിനപ്പുറത്തേക്ക് ആ നാട്ടിലെ റോഡ് വെട്ടാനും പാലം പണിയാനും സ്കൂൾ തുടങ്ങാനും, അതല്ലെങ്കിൽ അതുപോലുള്ള സാമ്പത്തിക കാര്യങ്ങൾ ചെയ്യുന്നതിലും സർക്കാർ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിലും നമ്മുടെ ഇടവക സമൂഹത്തിന്റെ അടക്കം നമ്മള് സംഭാവനകൾ വളരെ വലുതായിരുന്നു. അങ്ങനെയാണ് പല പ്രദേശങ്ങളും വളർന്നു വന്നത്. ആത്മീയമായും ഭൗതികമായും അതിന്റെ സമഗ്രതയിലേക്ക് കുതിച്ചത് അങ്ങനെയാണ്. എന്നാൽ ആ ഇടവകൾ പിന്നീട് സാവധാനത്തില് ഒരുപക്ഷെ നമ്മുടെ നവീകരണ പ്രസ്ഥാനങ്ങളൊക്കെ കടന്നു വന്നപ്പോ ആ ഇടവകളെ കൂടുതൽ സജ്ജമാക്കാൻ ഉതകുന്ന വിധത്തിലുള്ള ഒരു ആത്മീയ വളർച്ച സമൂഹത്തിനുണ്ടായി. പക്ഷെ ആ വളർച്ച ഹോളി സ്പിരിറ്റ് ആഗ്രഹിക്കുന്ന വിധത്തിൽ അതിനെ ഉപയോഗപ്പെടുത്തുന്നതിൽ നമ്മുടെ സമുദായത്തിൽ, നമ്മുടെ സഭാ സംവിധാനങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടായില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം അതുകൊണ്ട് തന്നെ എന്തുപറ്റി, ഇടവകളെ ഉടച്ചു വാർത്തുകൊണ്ട് നമുക്ക് കേവലം ഭക്തന്മാർക്കപ്പുറത്തും, എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കോട്ടാണത്. ഭക്തന്മാർ ഇഷ്ടം പോലെയുണ്ട്, ശിഷ്യന്മാരില്ല. അത് വളരെ വാസ്തവമാണ്. ഭക്തന്മാരെ വളർത്തിയിട്ടുണ്ട്, പക്ഷേ ക്രിസ്തു ശിഷ്യന്മാരുടെ എണ്ണം കുറഞ്ഞുപോയി. എന്തിനും ഏതിനും പോരുന്ന, എന്തിനെന്നെ അടിച്ചു എന്ന് വെറുതെ അടിച്ചാൽ ചോദിക്കാൻ പറ്റുന്ന ആ തരത്തിലുള്ള ശിഷ്യഗണം, സമൂഹത്തിനും സമുദായത്തിനും ഗുണകരമായ രാജ്യത്തിനും നന്മ ചെയ്യാൻ പറ്റുന്ന ശിഷ്യഗണത്തെ വളർത്തി നിർത്തുന്നതിൽ, നമ്മുടെ ഇടവക സംവിധാനങ്ങളെ മാറ്റിമറിക്കുന്നതിൽ നവീകരണ പ്രസ്ഥാനങ്ങളുടെ ഉണർവോടുകൂടി ഉണ്ടാകേണ്ട ഒരു ചുവടുമാറ്റം നടക്കാതെ പോയിട്ടുണ്ട് എന്നുള്ളതിനെ നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മള് കാർഷിക വൃത്തിയായാലും നമ്മുടെ ഇടവകളിലൊക്കെ പണ്ട് നമ്മൾ ഈ റോഡും പാലവും ഒക്കെ പണിത് സ്കൂളുകൾ തുടങ്ങിയല്ലേ സ്ഥാപനം. പിന്നീട് നമുക്ക് ചെയ്യാമായിരുന്നത് നമ്മുടെ ഈ ഭക്താഭ്യാസങ്ങളെ, നമ്മുടെ ബലിയർപ്പണം, നമ്മുടെ ആരാധന, അതിനോടൊപ്പം കാർഷിക വൃത്തികളെ സജീവമാക്കുവാൻ, അല്ലെങ്കിൽ ബിസിനസ് മേഖലയെ പരിപോഷിപ്പിക്കുവാൻ, സർക്കാർ ജോലിയിലേക്ക് ആളുകളെ എത്തിക്കുവാൻ,
സാമൂഹികമായിട്ട് സാമ്പത്തികമായിട്ട് ഉന്നമനം ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യുവാനൊക്കെ ഹോളി സ്പിരിറ്റിന്റെ ആഹ്വാനം അനുസരിച്ച് പ്രവർത്തിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നാറുണ്ട്. എന്റെ തോന്നലാണോ എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ നവീകരണ പ്രസ്ഥാനങ്ങൾ ഒരു പരിധി വരെ നമ്മുടെ ഇടവകയുടെ പഴയ കെട്ടും മറ്റും മാറ്റിമറിച്ചിട്ട് ഈ ഇടവകളെ ഉടച്ചു വാർത്ത് നവീന കാലഘട്ടത്തിൽ ആവശ്യമായിട്ടുള്ള സമ്പത്തെ എത്തിച്ചെടുത്ത് കേരളത്തിന്റെ മോഡലായി നിന്നിരുന്ന ക്രൈസ്തവ സമൂഹത്തെ അതിനേക്കാൾ ഉയർന്ന ഒരു മോഡലായി ക്രിയേറ്റ് ചെയ്യുവാൻ നമുക്ക് കഴിഞ്ഞേനെ. പക്ഷെ ശിഷ്യന്മാരുടെ എണ്ണം കുറച്ചുകൊണ്ട് ഭക്തന്മാരുടെ എണ്ണം കൂട്ടിയപ്പോ ശിഷ്യന്മാരില്ലാതെ പോയി ഭക്തന്മാർ കൂടി എന്ന് പറയുമ്പോ നമുക്ക് പറ്റിയ അപജയം നമ്മൾ ഭക്താനുഷ്ഠാനങ്ങൾ മാത്രം കെട്ടിയിട്ടവരായി മാറിപ്പോയി കുറെ പേരെങ്കിലും. കുറെ പേര് ആ തരത്തിൽ അതിൽ മാത്രമായി ഒതുങ്ങി. ആ ദൈവാനുഭവത്തെ ദൈവജനത്തിന്റെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതിൽ നമുക്ക് വീഴ്ചകൾ സംഭവിച്ചു. അത് നമുക്ക് അണികൾക്കും ഉണ്ട്, നേതൃത്വത്തിനുണ്ട്, സംഭവിച്ചിട്ടുണ്ട്. അത് തിരുത്തുവാൻ ഇനിയും നമുക്ക് സമയമുണ്ട്. കാരണം ഹോളി സ്പിരിറ്റ് നമുക്ക് വേണ്ടി എപ്പോഴും സന്നദ്ധനായി നിൽക്കുന്നു. ആ പരിശുദ്ധാത്മാവിന്റെ സന്നദ്ധതയെ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന ആത്മീയതയുടെ ഉണർവിനെ ഭൗതിക നേട്ടങ്ങളുടെ സമൂഹത്തിന്റെ മോഡലിലേക്ക് മാറ്റത്തക്ക വിധത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ ഇനിയും നമുക്ക് കഴിയും. എനിക്കത് പ്രത്യാശയുണ്ട്. തീർച്ചയായും 5-ലോ 6-ലോ ഒക്കെ പഠിക്കുന്ന കുട്ടികൾ മുതൽ വേണ്ട പരിശീലനം കൊടുത്തുകൊണ്ട് അവരെ എത്തേണ്ട രീതിയിലേക്ക് എത്തിക്കുവാൻ പുതിയ വിദ്യാഭ്യാസ പോളിസിയൊക്കെ വരികയാണല്ലോ. തീർച്ചയായിട്ടും ഒരുപാട് നന്മകളുണ്ട്. ഞാൻ അതിനകത്തെ കുറ്റങ്ങളെ മാത്രം കാണുന്നില്ല. ഒരുപാട് നന്മകളുണ്ട്. പുതിയ വിദ്യാഭ്യാസത്തിന്റെ ടേസ്റ്റിനെ ആ തരത്തിൽ പഠിപ്പിച്ച് അവനെ ഉയർത്തിക്കൊണ്ടുവന്ന് അവന് ആവശ്യമായിട്ടുള്ള അവനിൽ നിന്ന് ഒരു ഔട്ട്കം ഉണ്ടാകുക, ഒരു ഔട്ട്പുട്ടിനപ്പുറത്തേക്ക് ഒരു ഔട്ട്കം ഉണ്ടാകുക എന്നുള്ളതാണ്. ആ രീതിയിലേക്ക് മാറ്റിയെടുക്കുവാനായിട്ട് ക്രൈസ്തവ സമൂഹത്തിന് എളുപ്പം കഴിയും. കാരണം അവർക്ക് അതിനുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ഇപ്പോഴും ഉണ്ട്. സമയപരിമിതി പോലെ ഒന്ന് ഇടപെടുകയാണ് ഡോക്ടർ ചാക്കോ കളമരം. നമ്മൾ 1 മണിക്കൂർ എക്സീഡ് ചെയ്തു. വളരെ പ്രത്യാശ നിർഭരമായ വാക്കുകളോട് തന്നെയാണ് ഈ ഒരു ചർച്ച അവസാനിക്കുന്നത്. തീർച്ചയായും സമുദായ ബോധം, ഒപ്പം തന്നെ ക്രൈസ്തവ സമുദായത്തിനിടയിലുള്ള ഒരു ഐക്യം ശക്തി പ്രാപിക്കേണ്ടിയിരിക്കുന്നു. ചാക്കോ സാർ ഏറ്റവും ലാസ്റ്റായി പറഞ്ഞതുപോലെ ആത്മീയ ശക്തി പ്രാപിച്ചുകൊണ്ട് തന്നെ ഇതൊക്കെ നേടിയെടുക്കാൻ സാധിക്കുമെന്ന പ്രത്യാശ നിർഭരമായ വാക്കുകളാണ് ഡോക്ടർ ചാക്കോ കളമറമ്പിൽ പറഞ്ഞത്. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ഫാദർ സ്കോട്ട് സ്ലീബ, ഒപ്പം തന്നെ അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിക്കൽ, ഡോക്ടർ ചാക്കോ കളമറമ്പിൽ, 3 പേർക്കും നന്ദി.